രണ്ട് കാര്യങ്ങളെ തുലനം ചെയ്യുമ്പോൾ ഹറാം ഉപേക്ഷിക്കുക, ഫർദ് നിർവഹിക്കുക എന്നീ രണ്ട് കാര്യങ്ങളെ നമ്മൾ തുലനം ചെയ്യുമ്പോൾ ഫർദ് നിർവഹിക്കുക എന്നതിനേക്കാൾ കുറച്ചുകൂടി ഉയർന്നു നിൽക്കുന്നുണ്ട്, കുറച്ചുകൂടി ആവശ്യപ്പെടേണ്ട കാര്യമാണ് ഹറാമുകൾ ഉപേക്ഷിക്കുക. ശരിക്കും ഈ ഒരു 5 സ്ക്രീൻ 6 സ്ക്രീൻ എന്ന് പറയുന്നത് ഒരുപാട് ഹറാമുകളുടെ ഒരു വാതിലാണ്, ഒരു കവാടമാണ്. ഒരുപാട് തെറ്റുകളുടെ തിന്മകളുടെ ഒരു കവാടമാണ്. അതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധിച്ചും സൂക്ഷിച്ചും വേണം ഇത്തരം കാര്യങ്ങളെ നമ്മൾ കൈകാര്യം ചെയ്യാനെന്നാണ് ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതി എന്ന് പറയുന്നത്. നമുക്ക് സഹോദരങ്ങളെ, എന്താണ് ഈ സോഷ്യൽ മീഡിയയിലൂടെ അത് ഉപയോഗിക്കുമ്പോൾ നമുക്ക് സംഭവിക്കുന്ന പ്രശ്നങ്ങൾ എന്താണ്, അതുകൊണ്ടുള്ള പ്രയാസങ്ങൾ എന്താണ്? സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് ഞാൻ വിശദീകരിക്കേണ്ടതില്ല. വാട്സാപ്പ് ഉപയോഗിക്കാൻ താല്പര്യമുണ്ടാവില്ല, വാട്സാപ്പെങ്കിലും ഉപയോഗിക്കാൻ താല്പര്യമുണ്ടാവില്ല. മിക്കവാറും ആളുകൾ ഫേസ്ബുക്ക് പോലെയുള്ള സംവിധാനങ്ങളിൽ എല്ലാവരും മിക്കവാറും ആളുകളൊക്കെ ഉണ്ട്. പുതിയ തലമുറയിലെ കുട്ടികളെടുത്തൊക്കെ അവർക്ക് ഇൻസ്റ്റഗ്രാമിന്റെ സ്നാപ്ചാറ്റിന്റെ ഒക്കെ ആളുകളാണ്. ഇൻസ്റ്റഗ്രാം എന്ന ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലാണ് കുട്ടികളുള്ളത്, അല്ലെങ്കിൽ സ്നാപ്ചാറ്റിലാണ് കുട്ടികളുള്ളത്. യൂട്യൂബ് എന്ന് പറയുന്നത് എല്ലാവരും ഉപയോഗിക്കുന്ന, പ്രായഭേദമന്യേ എല്ലാവരും ഉപയോഗിക്കുന്ന ഒരു സംവിധാനം. എല്ലാവർക്കും ഏതെങ്കിലും നെറ്റ്വർക്ക് ഇന്റർനെറ്റ് റീചാർജ് ചെയ്യുമ്പോൾ മിനിമം ദിവസം ഒരു 1.5 GB എങ്കിലും തരുന്നുണ്ട്. ഒരു 300 രൂപക്ക് റീചാർജ് ചെയ്താൽ ഏകദേശം ഒരു മാസം ഒരു 28 ദിവസത്തേക്ക് 1.5 GB 1 GB 2 GB ഒക്കെ നമുക്ക് ഇന്റർനെറ്റ് മൊബൈൽ നെറ്റ്വർക്ക് കമ്പനികൾ നൽകുന്നു. അപ്പോൾ ഒരു ദിവസം 1.5 GB ഇന്റർനെറ്റ് നമുക്ക് കിട്ടിയാൽ എത്ര സമയം നമുക്ക് ഫോൺ ഉപയോഗിക്കാൻ പറ്റും? മണിക്കൂറുകളോളം ഉപയോഗിക്കാൻ പറ്റും, മണിക്കൂറുകളോളം ഉപയോഗിക്കാൻ പറ്റും, ദീർഘമായ സമയം. അത് ആളുകൾ അങ്ങനെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. പ്രത്യേകിച്ച് ചെറുപ്പക്കാരായ കുട്ടികളൊക്കെ കാണാൻ ചില സമയത്ത് അവരുടെ ഉള്ള നെറ്റ് കഴിഞ്ഞ് പിന്നെ ഒരു 10 രൂപ ആഡ് ചെയ്യും, ഇന്റർനെറ്റ് ആഡ് ചെയ്യും. 10 രൂപക്ക് 50 രൂപക്ക് 100 രൂപക്ക്. എന്താ കാരണം? 1.5 GB തീർന്നു, 2 GB തീർന്നു. അവ കുറച്ചുകൂടി ആഡ് ഓൺ ചെയ്യും, മതിയായിട്ടില്ല. 1.5 GB നെറ്റ് ചെയ്യണമെങ്കിൽ തന്നെ കുറച്ച് മണിക്കൂറുകൾ ഫോൺ ഉപയോഗിക്കണം. ഇതിങ്ങനെ തോന്നിക്കൊണ്ടേയിരിക്കും. ഇതിന്റെ പ്രത്യേകത എന്താ? സോഷ്യൽ മീഡിയ സംവിധാനങ്ങളുടെ പ്രത്യേകത എന്താണ്? ലോകത്ത് ഒരിക്കലും തോണ്ടിയാൽ ചെയ്യാം, എന്ത് സംവിധാനം എടുത്താൽ നിങ്ങൾ ഏതെങ്കിലും ഒരു യൂട്യൂബിൽ ഇങ്ങനെ തോന്നി അടി മുട്ടിയിട്ടുണ്ടോ? ഇൻസ്റ്റാഗ്രാമിൽ തോന്നി അടി മുട്ടിയിട്ടുണ്ടോ? ഞാൻ ചെറുപ്പക്കാരോട് പോയി ഉദ്ദേശിച്ചാണ് ചോദിക്കുന്നത്. ഉണ്ടാവില്ല, ഒരിക്കലും സംഭവിക്കില്ല. പലപ്പോഴും പറയാറുണ്ട്, എന്താണ് ഒരു മണിക്കൂർ അരമണിക്കൂർ ഇന്റർവ്യൂ, ഒരു സെലിബ്രിറ്റിയുടെ ഇന്റർവ്യൂ, ഒരു ചാനൽ അല്ലെങ്കിൽ ഒരു യൂട്യൂബർ, ഒരു ബ്ലോഗർ ഒരു ഇന്റർവ്യൂ എടുത്താൽ ആ അരമണിക്കൂർ ഇന്റർവ്യൂ അല്ല നമുക്ക് കിട്ടുക, അവരുടെ പ്രേക്ഷകർക്ക് അവർ കൊടുക്കുക. അരമണിക്കൂർ ഇന്റർവ്യൂ അരമണിക്കൂറായിട്ട് കൊടുക്കുക. പിന്നെ 30 സെക്കൻഡിലപ്പുറം ഷോർട്സുകൾ കൊടുക്കും, 1 മിനിറ്റിലപ്പുറം റീൽസ് കൊടുക്കും. പിന്നെ അതിന്റെ ട്രോൾ വീഡിയോസ് കൊടുക്കും, അതിന്റെ തട്ട് വീഡിയോസ് കൊടുക്കും. കുറച്ചുകൂടി ചെറുപ്പക്കാർ കുറച്ചൊക്കെ മനസ്സിലാവും ഞാൻ പറയുന്നത്. ചോദിക്കേണ്ട 1 മണിക്കൂർ വീഡിയോ എടുത്താൽ അതുകൊണ്ട് 3-4 മണിക്കൂർ കണ്ടന്റ് ഉണ്ടാക്കാൻ പറ്റുമോ? 3-4 മണിക്കൂർ ആളുകൾക്ക് കാഴ്ചപ്പെടുത്താനുള്ള വീഡിയോസ് ആക്കാൻ കഴിയുമോ എന്നാണ് ഈ ഇന്റർവ്യൂ എടുക്കുന്ന ആളുകൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്, പരിശ്രമിക്കുന്നത്. ഇതിൽ നമ്മൾ 5 മിനിറ്റ് ഫോൺ നോക്കാൻ വേണ്ടി ഇരുന്നാൽ പിന്നെ അത് 5 മിനിറ്റിൽ നിന്ന് 50 മിനിറ്റോ 5 മണിക്കൂറോ അതിലപ്പുറമോ ആകും. ഞാൻ ഈ പറയുന്നതിൽ അതിശയോക്തിയുണ്ട് എന്ന് എനിക്ക് തോന്നും. 5 മണിക്കൂറൊക്കെ ഒരാള് ഫോൺ ഉപയോഗിക്കുമോ? 5 മണിക്കൂറൊക്കെ ഒരാള് സോഷ്യൽ മീഡിയയിൽ ഉണ്ടാകുമോ എന്നുള്ള അത്ഭുതത്തോടെ ചിന്തിക്കുന്നുണ്ടാകും. നിങ്ങളൊന്ന് വീട്ടിൽ പോയിട്ട് മുതിർന്ന ആളുകൾ കുട്ടികളോട് പറയാം, ചെറുപ്പക്കാരായ ഫോൺ ഉപയോഗിക്കാൻ നന്നായി കഴിയാവുന്ന യുവാക്കളൊക്കെ ഫോൺ എടുത്തതിന്റെ സെറ്റിംഗ്സിൽ ഡിജിറ്റൽ വെൽബീയിങ് ആൻഡ് പാരന്റൽ കൺട്രോൾ ഓപ്ഷൻ
ഫോണിൽ പോയാൽ അതിൽ പോയാൽ ഇന്ന് എത്ര മണിക്കൂർ ഇന്ന് ഫോൺ ഉപയോഗിച്ചു എന്ന് കാണാൻ പറ്റും. ഇന്ന് നിങ്ങൾ എത്ര മണിക്കൂർ ഫോൺ ഉപയോഗിച്ചു? കോൾ ചെയ്യാൻ എത്ര സമയമാണ്? കോൾ ചെയ്യുന്ന ആ റിസീവറിന്റെ പഴയ റിസീവറിന്റെ ചിഹ്നമുള്ള ഒരു ആപ്ലിക്കേഷനിലെ അത് എത്ര സമയം ഉപയോഗിച്ചു? വാട്സാപ്പിൽ നിങ്ങൾ എത്ര സമയമാണ് ഉണ്ടായത്? യൂട്യൂബിൽ നിങ്ങൾ എത്ര സമയമാണ് ഉണ്ടായത്? മറ്റേതെങ്കിലും സോഷ്യൽ മീഡിയ സംവിധാനങ്ങളിൽ നിങ്ങൾ എത്ര സമയമാണ് ഉണ്ടായത്? ഫോൺ നമുക്ക് പറഞ്ഞു തരും. ആരുടെ മുമ്പിൽ കളവ് പറയാൻ പറ്റില്ല. ഇത് നമുക്ക് ശരിക്കും കാണിച്ചു. ഞാൻ പറയുന്നത് 1 മിനിറ്റോ 10 മിനിറ്റോ അല്ല, 24 മണിക്കൂറുള്ള ഒരു ദിവസത്തിൽ നമ്മൾ നമസ്കാരത്തിന് വേണ്ടി എത്ര സമയം ചെലവഴിക്കും? 5 നേരത്തെ നിസ്കാരത്തിന് 10 മിനിറ്റ് മാക്സിമം വെച്ചുകൂടി. സുബഹിസ്കാരത്തിന് 10, 12, 13 മിനിറ്റ് ഉണ്ടാവാം. മറ്റു നമസ്കാരങ്ങൾ 10 മിനിറ്റ് എത്തുമോ? ഇനി 20 മിനിറ്റ് വെച്ച് കൂട്ടിക്കോയി. എന്നാലും മാക്സിമം 2 മണിക്കൂർ. 24 മണിക്കൂറിൽ 2 മണിക്കൂർ ശരിക്കും കണക്കൂടണം. അഥവാ ഒരു ദിവസത്തെ നമ്മുടെ ആയുസ്സിന്റെ 12ൽ 1 ഭാഗമാണ് അല്ലാഹുവിനെ ആരാധിക്കാൻ വേണ്ടി പരമാവധി ഒരു പകൽ മുമ്പ് വെക്കുകയാണെങ്കിൽ കുറെ അധികം അയാളുടെ ജനതകൾ, അയാളുടെ ഖുർആൻ പാരായണം, അയാളുടെ നമസ്കാരം എല്ലാം കൂടെ കൂട്ടിയാൽ ഒരു ദിവസത്തിന്റെ പകുതിയുണ്ടോ? ഇല്ല. ഒരു ദിവസത്തിന് 1/3 ഇല്ല. ഒരു ദിവസത്തിന് 4/1 ഇല്ല. 8/1 10/1 മനസ്സിലായോ? 12/1 എന്ന് പറഞ്ഞാൽ വേഗം മനസ്സിലാക്കാൻ നിങ്ങൾ വീട്ടിൽ പോയി ഭക്ഷണം കഴിക്കുമ്പോൾ ഒരു ചപ്പാത്തി എടുക്കുക. ആ ചപ്പാത്തിയെ നടുവിലൂടെ വില വെച്ചാൽ 2 ഭാഗത്തായി, പകുതി. വീണ്ടും ഇങ്ങനെ വില വെച്ചാൽ മുറിച്ചാലത്തായി 4 ഭാഗമായി. വീണ്ടും ഇങ്ങനെ വില വെച്ചാൽ എത്രയായി? ഇങ്ങനെ ഒരു 12 പീസാക്കാം. ഇവിടെ ആദ്യം ഒരു പീസ്. 24 മണിക്കൂറും അള്ളാന്റെ വായു നമ്മൾ വിശ്വസിക്കുന്നു. 24 മണിക്കൂറും അല്ലാഹുവിന്റെ വായു നമ്മൾ വിശ്വസിക്കുന്നു. 24 മണിക്കൂറും അല്ലാഹുവിന്റെ കണ്ണ് നമ്മൾ ഉപയോഗിക്കുന്നു. 24 മണിക്കൂറും അല്ലാഹുവിന്റെ കേൾവി നമ്മൾ ഉപയോഗിക്കുന്നു. 24 മണിക്കൂറും അല്ലാഹുവിനെ ശ്വസിക്കാനുള്ള ശ്വസനേന്ദ്രിയം അല്ലെങ്കിൽ മറക്കാനുള്ള അതിന്റെ നാസാരങ്ങൾ നമ്മൾ ഉപയോഗിക്കുന്നു. സ്വാദുഗുണങ്ങൾ രുചി അറിയാനുള്ള നാവിന്റെ ആ ഉപകരണ സംവിധാനങ്ങൾ നമ്മൾ ഉപയോഗിക്കുന്നു. നമ്മൾ കാലുകൊണ്ട് നടക്കുന്നു, കൈകൊണ്ട് പണിയെടുക്കുന്നു. എന്നിട്ട് പടച്ചോറ് തിരിച്ചു കൊടുക്കുന്ന സമയത്തിന് 12/1. എന്നാൽ 3 മണിക്കൂർ ഫോണിൽ ഉപയോഗിക്കുന്നവരാൾ, 4 മണിക്കൂർ ഫോണിൽ ഉപയോഗിക്കുന്നവരാൾ, 5 മണിക്കൂർ 6 മണിക്കൂർ ഫോണിൽ ഉപയോഗിക്കുന്നവരാൾ ഒരു ദിവസത്തിന്റെ 4/1, 5/1, 6/1 അല്ലാഹുവിന് കൊടുക്കുന്നതിന്റെ ഇരട്ടി സമയം. ശ്രദ്ധിക്കണേ, അല്ലാഹുവിന് കൊടുക്കുന്നതിന്റെ ഇരട്ടി സമയം എവിടെയാണ്? നമ്മൾ ഫോണിനകത്ത്. അറിയോ? അപ്പോ അത്രയധികം നമ്മുടെ വിലപ്പെട്ട സമയം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഈ സോഷ്യൽ മീഡിയ സംവിധാനങ്ങളിലാണ്. ഒന്നുകിൽ വാട്സ്ആപ്പ് ആയിരിക്കും, അല്ലെങ്കിൽ സംവിധാനങ്ങളായിരിക്കും. ഏറ്റവും അമൂല്യമായ സമയം നമ്മൾ ഇതിനകത്ത് ചെലവഴിക്കുക. ഇവിടെ എന്താണ് ഈ സോഷ്യൽ മീഡിയ? ഒരു ചെറിയ സമയം, അതുകൊണ്ട് അതിന്റെ സാങ്കേതിക കാര്യങ്ങൾ പരമാവധി മനസ്സിലായ ഭാഷയിൽ പറയാൻ ഞാൻ വിചാരിക്കുന്നത്. ഒരുപാട് ആളുകൾ അവർക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ പോസ്റ്റ് ചെയ്യുന്ന ഒരു സംവിധാനമാണ് സോഷ്യൽ മീഡിയ. ഇഷ്ടമുള്ള കാര്യങ്ങൾ ഓരോ ആളുകൾ പൊതുവിൽ ഇതിന് നിയന്ത്രണങ്ങൾ വളരെ കുറവാണ്. കുട്ടികളുമായി ബന്ധപ്പെട്ട എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളുണ്ടെങ്കിൽ അത് പോസ്റ്റ് ചെയ്യുമ്പോൾ കുട്ടികളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പോയി 18 വയസ്സായ ആളുകൾ കുട്ടികളുടെ മുഖം കാണിച്ചാൽ അവരെ ഏതെങ്കിലും നിലക്ക് പ്രദർശിപ്പിച്ചാലൊക്കെ പ്രശ്നമല്ല, വേറെ ഒന്നും പ്രശ്നമില്ല. എന്തും പോസ്റ്റ് ചെയ്യാം. നിയന്ത്രണങ്ങൾ വളരെ കുറവാണ്. അപ്പൊ എല്ലാ നന്മയും തിന്മയും വൃത്തികേടുകളും ഇതിനകത്തുണ്ട്. ഇന്റർനെറ്റ് മാധ്യമങ്ങളിലുണ്ട്. അത് ഒരു നിലക്കും മനുഷ്യന് കാണാൻ പാടില്ലാത്ത കാഴ്ചകൾ അതിനകത്തുണ്ട്. മനസ്സിലായില്ലേ? ഒരു കൈവെള്ളയുടെ മറവുണ്ടായാൽ ഇവിടെ ഈ അപ്പുറത്തെ ഇടവണ്ണപ്പാറ അങ്ങാടി
ബെഡ്റൂമിൽ പട്ടാപകലിൽ ഒന്നും കാണാം. ഇവിടെ വീടിന്റെ പരസ്പര സ്വീകരണ മുറിയിൽ എല്ലാവരും കയറി വരുന്ന സമയം അതൊന്ന് ജസ്റ്റ് മിനിമൈസ് ചെയ്താൽ മതി. വളരെ സിമ്പിളായിട്ടാണ്. കുട്ടികൾ പലപ്പോഴും ചില ആപ്പുകൾ അവർ ഹൈഡ് ചെയ്ത് നോക്കാറുണ്ട്. നമുക്ക് പിടിക്കാൻ പോലും കഴിയില്ല. ആപ്ലിക്കേഷനുകൾ ഹൈഡ് ചെയ്ത് മറച്ചു നോക്കും. ഫോൺ നോക്കിയാൽ ആ ആപ്ലിക്കേഷൻ ഉണ്ടാവില്ല. അപ്പോ പലതരത്തിലുള്ള സാധനങ്ങൾ എന്നിട്ടോ നമ്മളെ അതിലേക്ക് അവർ ആകർഷിക്കുന്നു. നമ്മളതിലേക്ക് അതിനുള്ള പലതരം സംവിധാനങ്ങൾ. ഇപ്പോ നിങ്ങൾ ഫോൺ എടുത്ത് പിന്നെ നിങ്ങളുടെ യൂട്യൂബ് തുറന്നാൽ നിങ്ങൾക്ക് പ്രഭാഷണങ്ങളാണ് കിട്ടുന്നതെങ്കിൽ, നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ പ്രസംഗങ്ങളിൽ പീസ് റേഡിയോ സംവിധാനങ്ങൾ യൂട്യൂബിൽ അതിലെ ക്ലാസ്സുകളൊക്കെ കാണുന്നു വിചാരിക്കാം. അല്ലെങ്കിൽ നിങ്ങൾ ഹുസൈൻ സലഫിയുടെയോ ഏതെങ്കിലും ഒരാളുടെ ഒരു പ്രഭാഷണം എടുത്തതാണ് നിങ്ങൾ ഇന്നും യൂട്യൂബ് തുറന്നാൽ അതിൽ പ്രഭാഷണങ്ങളായി. അതെന്താ വിചാരിക്കാം, യൂട്യൂബറിന് പ്രസംഗങ്ങൾ മാത്രമേ. പക്ഷെ ഒരു സിനിമ കാണുന്ന ആളാണെങ്കിലോ അയാൾ യൂട്യൂബ് തുറന്ന എപ്പോഴും സിനിമയായിരിക്കും. ഒരു സീരിയൽ ഫോൺ ഉപയോഗിച്ച് കാണുന്ന ആളാണെങ്കിലോ യൂട്യൂബാകട്ടെ ഫേസ്ബുക്കാകട്ടെ ഏത് സംവിധാനമാണെങ്കിലും അവർ ഫോൺ തുറന്നാൽ അതായിരിക്കും കൂടുതലായിട്ട് കാണുന്നത്. അപ്പൊ നമ്മൾ എന്താണോ ഒരു തവണ കണ്ടത്, രണ്ടു തവണ കണ്ടത്, അത് ഈ സോഷ്യൽ മീഡിയയുടെ അൽഗോരിതം അത് മനസ്സിലാക്കും. എന്നിട്ട് നമ്മുടെ ഇൻട്രസ്റ്റ്, നമ്മുടെ താല്പര്യം അതാണെന്ന് തിരിച്ചാൽ നമുക്ക് അതിങ്ങനെ തരും. നിങ്ങൾ ഒരുപക്ഷെ അങ്ങാടിയിൽ ഒരു ഫുട്വെയറിൽ കയറി ഒരു ഷൂസ് തിരഞ്ഞാൽ പിന്നെ ചിലപ്പോൾ നിങ്ങൾ ഫേസ്ബുക്ക് ഉപയോഗിക്കുന്ന ആൾ ഫേസ്ബുക്ക് തുറന്നാൽ അതിൽ വരുന്ന പരസ്യം ഫുട്വെയറുകളുടെ പരസ്യം. ഒരുപക്ഷെ ഇത്ര വരെ സംഭവിക്കുന്നു എന്നാ പറയുന്നത്. എന്താ, രണ്ടാളും ഡ്രസ്സിനെ കുറിച്ച് ചർച്ച ചെയ്താൽ പിന്നെ ഫോൺ തുറന്നാൽ ഒരുപക്ഷെ ഡ്രസ്സുകളുടെ പരസ്യം. ഫോണൊന്നുമില്ല, രണ്ടാള് ഡ്രസ്സിനെ വർത്തമാനം പറഞ്ഞു. എന്താ, ഒരു ഷർട്ട് എടുക്കണം, ഒരു പാൻസ് വാങ്ങിക്കണം, ഒരു പർദ്ദ വാങ്ങിക്കണം, ഒരു വസ്ത്ര വാങ്ങിക്കണം. ചർച്ച ചെയ്ത് കുറച്ച് കഴിഞ്ഞ് ഫേസ്ബുക്ക് തുറന്നപ്പോ പരസ്യത്തിന്റെ പർദ്ദയുടെ പരസ്യം. അഥവാ ഇതിന്റെ ഫോൺ ഉപയോഗിക്കുന്ന ഫോൺ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു മൈക്ക് അല്ലേ, അങ്ങോട്ട് ഉപയോഗിക്കുന്ന അങ്ങോട്ട് പറഞ്ഞാൽ പിടിച്ചെടുക്കുന്ന ഒരു മൈക്ക്. ഈ മൈക്ക് അവിടെ എപ്പോഴാ ഓണാക്കാൻ എപ്പോഴാ ഓഫാക്കാൻ, എപ്പോഴും ഓണാണ്. അവിടെ ഈ മൈക്കിലൂടെ നമ്മുടെ ശബ്ദം എന്താണോ സംസാരിക്കുന്നത് അത് പിടിച്ചെടുത്ത് നമ്മുടെ താല്പര്യം മനസ്സിലാക്കി ഫോണ്, ഈ സോഷ്യൽ മീഡിയ സംവിധാനങ്ങൾ, പരസ്യ കമ്പനികൾ അവരെ പരസ്യ കമ്പനികളിൽ നിന്ന് പണം വാങ്ങി അവർ നമുക്ക് നൽകും. നമ്മൾ വിചാരിക്കുന്നതേ അല്ല സോഷ്യൽ മീഡിയ, ഫോണിൽ പറയുന്നത്. നമ്മൾ വിചാരിക്കുന്നതിലേക്ക് എത്രയോ അപ്പുറമാണ്. ഞാൻ ഇന്നൊരു വീഡിയോ കണ്ടു. എന്താണെന്നറിയാമോ? എന്താണ് വീഡിയോ? കുടുംബ ഫോട്ടോസ് അല്ലെങ്കിൽ വ്യക്തികൾ അവരുടെ ഫോട്ടോസ്, നല്ല വസ്ത്രമൊക്കെ ധരിച്ച, പ്രത്യേകിച്ച് സ്ത്രീകളുടെ മാന്യമായ വേഷം ധരിച്ച ഫോട്ടോസ് പോലും അത് മോർഫ് ചെയ്ത് ടെലഗ്രാം പോലെയുള്ള ആപ്ലിക്കേഷനുകളിൽ പിന്നീട് നഗ്ന ചിത്രങ്ങളാക്കി വീഡിയോസാക്കി പുറത്തുവിടുന്നതാണ്. ന്യൂസ് 18 എന്ന് പറയുന്ന ചാനലാണ്. ഒരുവിധം കാണാതെ പ്രൊമോട്ട് ചെയ്യാറില്ല. ഒരുതരം സംഗീതമായിട്ടുള്ള ചാനലാണ്. അതിന്റെ ഒരു അവതാരികയാണ് പറയുന്നത്. അപ്പൊ നമ്മൾ ഏറെ സുരക്ഷിതമാണെന്ന് കരുതിയാണ് ആളുകൾ പലരും നല്ല ഡ്രസ്സപ്പെട്ട മാന്യമായ വേഷത്തെ ധരിച്ചെന്ന് വിചാരിക്കുന്ന ഫോട്ടോസ് ഉള്ളത്. പക്ഷെ അത് പുറത്തു വരുന്നത് വേറെ രൂപത്തിലായിരിക്കും. എല്ലാ വൃത്തികളുടെയും ഒരു കുപ്പത്തൊട്ടിയാണ് ഇത് എന്ന് നമ്മൾ മനസ്സിലാക്കാൻ മറന്നുപോകരുത് എന്നാണ് അതുമായി ബന്ധപ്പെട്ട് പ്രാഥമികമായി നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. നമുക്ക് സഹോദരന്മാരെ, നമ്മുടെ ചിന്തകളെ ഈ സോഷ്യൽ മീഡിയ മലിനമാക്കുന്നതാണ്. ഇതുകൊണ്ട് നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നങ്ങൾ നമ്മുടെ ചിന്തകളെ മലിനമാക്കുക. നമ്മുടെ ചിന്ത എന്തായിരിക്കണം? നമ്മൾ വിശ്വാസികളാണ്, നമ്മൾ അല്ലാഹുവിന്റെ അടിമകളാണ്. നമ്മുടെ മുന്നിൽ വലിയൊരു ലക്ഷ്യമുണ്ട്. എന്താണ്? പരലോകമാണ്. ആ പരലോകത്തെ വിജയമെന്ന വലിയ ലക്ഷ്യത്തെ മുന്നിൽ കണ്ടുകൊണ്ട് ജീവിക്കുന്നവരാണ് നമ്മൾ. രഹസ്യമായും പരസ്യമായും അല്ലാഹുവിനെ സൂക്ഷിച്ച് തിന്മകളിൽ നിന്ന് മാറി നിന്ന് എന്താണോ അല്ലാഹു നമ്മോട് ജീവിക്കാൻ എങ്ങനെയാണോ ആവശ്യപ്പെട്ടിട്ടുള്ളത് അങ്ങനെ ജീവിക്കാൻ പരിശ്രമിക്കുന്നവരാണ്.
ഇത്തഖുല്ലാഹ മസ്തതഅതും. അല്ലാഹു പറഞ്ഞു നിങ്ങൾ കഴിയുന്ന പരമാവധി അല്ലാഹുവിനെ സൂക്ഷിക്കുക. നമ്മൾ നമ്മുടെ കഴിവിന്റെ പരമാവധി അല്ലാഹുവിനെ സൂക്ഷിച്ചിരിക്കാൻ പരിശ്രമിക്കുന്നു. ദേശവിധാനങ്ങളിൽ അല്ലാഹുവിന്റെ നിയമങ്ങൾ പാലിക്കാൻ നമുക്ക് ബാധ്യതയുണ്ട്. നമ്മുടെ സംസ്ഥാനങ്ങളിൽ അല്ലാഹുവിന്റെ നിയമങ്ങൾ പാലിക്കാൻ നമുക്ക് ബാധ്യതയുണ്ട്. നമ്മുടെ സംസ്കാരങ്ങളിൽ അല്ലാഹുവിന്റെ നിയമങ്ങൾ പാലിച്ച് ജീവിക്കാൻ നമുക്ക് ബാധ്യതയുണ്ട്. ആരാധനകളിൽ അല്ലാഹു പറഞ്ഞതനുസരിച്ച് കൽപ്പനകൾ പാലിച്ച് ആരാധനാനിരതരായി ജീവിക്കാൻ നമുക്ക് ഉത്തരവാദിത്തമുണ്ട്. അല്ലേ? മഹാനായ നീ കഴിയുന്നത്ര നീ എവിടെ പോയാലും നീ എവിടെ ചെന്നാലും അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണം. ഒരു തിന്മ സംഭവിച്ചു പോയാൽ അതിന്റെ പിറകെ ഒരു നന്മ ചെയ്യണം. എന്നാൽ ആ നന്മകൾ തിന്മകളെ മായ്ച്ചു കളയും. എവിടെയായിരുന്നാലും അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കാൻ നിർദ്ദേശിക്കപ്പെട്ട ആളുകളാണ് നമ്മളെല്ലാവരും. പക്ഷേ പുതിയ സാഹചര്യങ്ങൾ നോക്കി എന്താണ് നമ്മുടെ നാടുകളിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്? വിവാഹം വേണ്ട എന്ന് ചിന്തിക്കുന്ന ചെറുപ്പക്കാരെ നമ്മൾ കാണും. പെൺകുട്ടികളെ പൊതുവിൽ വിവാഹം അന്വേഷിക്കുന്ന ആൺകുട്ടികളോട് ചോദിച്ചാൽ എന്താ പറയാ? പെൺകുട്ടികളെ കിട്ടാനില്ല, കല്യാണം ശരിയായിട്ടില്ല, പെൺകുട്ടികളെ കിട്ടാനില്ല. അല്ലേ? പെൺകുട്ടികൾ എന്താ പറയുന്നത്? ഞങ്ങൾ പഠിക്കാൻ, ഞങ്ങൾക്ക് പഠനം കഴിഞ്ഞിട്ട് മതി വിവാഹം. പഠനം കഴിഞ്ഞാൽ ജോലിയായിട്ട് മതി, സ്വന്തം കാര്യം നിൽക്കട്ടെ, സ്വന്തമായി വരുമാനം വേണം, ജോലിയായിട്ട് മതി വിവാഹം. ജോലിയായിട്ട് മതി, എനിക്ക് വിവാഹം വേണ്ട. ഈ ഒരു ചിന്ത വ്യാപകമായി കൊണ്ടിരിക്കുന്നു. ഇതുവരെ മുസ്ലിം വേദികളിൽ നിന്നാണ് പൊതു പ്രശ്നമായി മാറി. എല്ലാ ആളുകളും ചർച്ച ചെയ്യാൻ, മുസ്ലിങ്ങളല്ലാത്തവരും ചർച്ച ചെയ്യാൻ. വിവാഹ വേദികളിൽ സ്ത്രീകളെ കിട്ടാനില്ല എന്ന് എന്താ കാരണം? എല്ലാവർക്കും പഠിക്കണം, എല്ലാവർക്കും ജോലി വേണം, എല്ലാവർക്കും വരുമാനം വേണം, എല്ലാവർക്കും സ്വന്തം കാര്യം ചെയ്യണം. പഠിക്കുന്നതിന് സ്ത്രീകൾ പഠിക്കുന്നതിന് നമ്മളെതിരാണോ? അല്ല. പെൺകുട്ടികൾ പഠിക്കട്ടെ, അവർ ജോലിക്ക് പോകുന്നതിന് നമ്മളെതിരാണോ? ഒരു കുഴപ്പമില്ല, ജോലിക്ക് പോകാം, വരുമാനം ഉണ്ടാക്കാം, കച്ചവടം ചെയ്യാം, മതം അനുവദിച്ചോളാം. പക്ഷേ വിവാഹം വേണ്ട എന്ന് തീരുമാനിച്ചാൽ സംഭവിക്കാം. വിവാഹം വേണ്ട തീരുമാനിച്ചാൽ അത് വലിയ സാമൂഹിക പ്രതിസന്ധി ഉണ്ടാകും, വലിയ സാമൂഹിക പ്രതിസന്ധി ഉണ്ടാകും, വലിയ അരാജകത്വം ഉണ്ടാകും. വലിയ അരാജകത്വം ഉണ്ടാക്കും. ഞാൻ എന്റെ സ്കൂളുമായി ബന്ധപ്പെട്ട് ഒരു ട്രെയിനിങ് ലഹരി വിരുദ്ധ ട്രെയിനിങ് പ്രോഗ്രാമിൽ ഇവിടെ കോഴിക്കോട് ജില്ലയിൽ അവിടെ ഒന്ന് ക്ലാസ് നടത്തി. അദ്ദേഹം പറയുന്നത്, ഞാൻ കഴിഞ്ഞ ആഴ്ച 200 പെൺകുട്ടികൾ, 200 മുസ്ലിം പെൺകുട്ടികൾ, അത് വയനാട് കുറച്ചിന്റെ ആവേശം പങ്കെടുത്ത ഒരു ക്യാമ്പിൽ ട്രെയിനറായി. ആ പ്രോഗ്രാമിന്റെ പേര് എന്തായിരുന്നു അറിയാമോ? ഫ്രീ ബേർഡ്സ്, സ്വതന്ത്ര പക്ഷികൾ, ഫ്രീ ബേർഡ്സ്. എന്താണ് 200 ഫ്രീ ബേർഡ്സിന്റെ പ്രത്യേകത? 200 പെൺകുട്ടികളും വിവാഹം വേണ്ട എന്ന് തീരുമാനിച്ചു. ഞങ്ങൾ കല്യാണം കഴിക്കില്ലാന്ന് തീരുമാനിച്ചു. വിവാഹം ആവശ്യമില്ലെന്ന് തീരുമാനിച്ചവരാണ്. ഇത് നാൾക്ക് നാൾ വർദ്ധിച്ചുകൊണ്ടേ ഒരു വലിയ പ്രതിസന്ധിയായി ഇത് മാറണം. ഒരു വലിയ പ്രതിസന്ധിയായി സമൂഹത്തിൽ ഇത് മാറും. വിവാഹം വേണ്ട, ഡിവോഴ്സുകൾ നടക്കുന്നു. ഞാൻ ഒരു 6 മാസത്തിനിടയിൽ ഒരു 6-7 കുടുംബങ്ങൾ അവരുടെ വിവാഹമോചനത്തിന്റെ വക്കിലെത്തി സംസാരിച്ച് പലതും വിവാഹമോചനമാണ്. എന്താ കാരണം? ചർച്ച വരുന്നതെങ്കിലെന്തോ എന്നെ വർദ്ധിക്കുന്നു, എനിക്കയാൾക്ക് ജീവിക്കാൻ വയ്യ. അപ്പൊ നമ്മളെങ്ങനെ ചർച്ച ചെയ്തതിനെ മറുപടി എത്തിയാൽ അവന്റെ വീട്ടുകാരും അവളുടെ വീട്ടുകാരും പറയും, അവള് പറയുന്ന പ്രശ്നം അവന്റെ വീട്ടിൽ, അവളൊരു പാവമാണ്, ഇവള് മോശക്കാരനാണ്, മോശക്കാരിയാണെന്ന് ഇവിടെ പറയും. ഈ പറയുന്നത് ശരിയായ ഒരു വസ്തുതാപരമായ കാര്യങ്ങളല്ല. പിന്നെ എന്താ പ്രശ്നം? അവസാനം അവർ പറയും, ഞാൻ വീട്ടിൽ കഴിഞ്ഞതാണ്, അവിടെ പഠനം നിർത്തി, എനിക്ക് ഇനിയും പഠിക്കണം, എനിക്ക് അടുത്ത് കോഴ്സ് ചെയ്യണം. വിവാഹം കഴിഞ്ഞ എത്ര കൊല്ലമായി? 9 കൊല്ലമായി, 10 കൊല്ലമായി, 12 കൊല്ലമായി. എന്നിട്ടോ എനിക്കിനി
വേറെ കോഴ്സ് ചെയ്യാൻ ഞാൻ പറയുന്നത് അത് പാടില്ല എന്നല്ല പറയുന്നത്. പിന്നെ അവന്റെ കോഴ്സ് ചെയ്യാൻ തീരുമാനിച്ചിരിക്കും, ജോലിക്ക് പോകണം. ജോലിക്ക് പോകാൻ വേണ്ടാമെന്ന് പറഞ്ഞിട്ടില്ല. എനിക്ക് വരുമാനം ഉണ്ടാക്കണം, എനിക്ക് എന്റെ സ്വന്തം കാര്യമില്ല. അപ്പൊ ഈ കുട്ടികളോ അത് കുഴപ്പമില്ല, ഞാൻ നോക്കിക്കോളാം, അല്ലെങ്കിൽ അയാൾ നോക്കിക്കോട്ടെ. 3 മക്കളുണ്ട്, 2 മക്കളുണ്ട്. മാതാപിതാക്കൾ കണ്ണീർ വാർത്ത് പറയുന്നു, എങ്ങനെയെങ്കിലും അവളെയും അവന്റെ കൂടെ പറഞ്ഞേക്കണം. അയാൾ പറയുന്നു, എങ്ങനെയെങ്കിലും ഈ ബന്ധമൊന്ന് നിങ്ങൾ പരിഹരിച്ചു തരണം, പ്രശ്നം പരിഹരിച്ചു തരണം. എനിക്ക് അവളെ എത്രമേ ഇഷ്ടമാണ്, ഉപേക്ഷിച്ചു പോകാൻ താല്പര്യവുമില്ല, മുന്നിൽ വന്നിരുന്ന് കരയാൻ. ഞാൻ ചോദിക്കുന്നത്, വിവാഹം വേണ്ട എന്ന കാഴ്ചപ്പാടിലേക്ക് പെൺകുട്ടികൾ എത്തിയത് എങ്ങനെ? ഇത്തരം തെറ്റായ സമീപനങ്ങൾ, വിവാഹം വേണ്ടെന്ന് ചിന്തിക്കുന്ന, വിവാഹം കഴിഞ്ഞവർ വേഗം നൽകി വിവാഹം മോചനം നേടാനാണ്, എനിക്ക് എന്റെ സ്വന്തം കാര്യം നിൽക്കണം എന്ന് ചിന്തിക്കുന്ന ആ ഒരു അവസ്ഥയിലേക്ക് ആളുകൾ എങ്ങനെ എത്തി? അത് ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെ സിനിമയും സീരിയലുകളും വെബ് സീരീസുകളും പലതരത്തിലുള്ള ഇൻഫ്ലുവൻസർമാരെന്ന് അറിയപ്പെടുന്ന ആണും പെണ്ണുമായിട്ടുള്ള യൂട്യൂബർ അവരുടെ ജീവിക്കുന്ന ഒരു വീഡിയോ ഇട്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം എന്നെന്തിനാ പറയുന്നത്? നമ്മൾ കാണാൻ അവരുടെ ആവശ്യം. അത് ലക്ഷക്കണക്കിന് മനുഷ്യന്മാരെ കാണുമ്പോൾ വലിയ സാമ്പത്തികമായ വരുമാനം ഇതിനകത്ത് അവർക്ക് ലഭിക്കും. അതിനുവേണ്ടി എന്തു പറഞ്ഞാലാണോ കൂടുതൽ ആളുകൾക്ക് ഇഷ്ടമുണ്ടാവുക അതിനെ പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരിക്കും. അത് കേട്ട് അതിൽ വീണാണ് പലപ്പോഴും ആളുകൾ ഇത്തരം ചിന്താഗതികളിലേക്ക് എത്തുന്നത്. ഞാൻ പറയുന്നത്, സോഷ്യൽ മീഡിയ എങ്ങനെയാണ് നമ്മുടെ ചിന്തകളെ തെറ്റായ ലോകത്തേക്ക് കൊണ്ടുപോകുന്നത് എന്നാണ്. എങ്ങനെയാണ് തെറ്റായ ലോകത്തേക്ക് കൊണ്ടുപോകുന്നത്? മതവിരുദ്ധമായ ആശയങ്ങളിലേക്ക് എങ്ങനെയാണ് കൊണ്ടുപോകുന്നത്? നമുക്കത് പെൺകുട്ടികളിൽ മാത്രമല്ല, ആൺകുട്ടികളിലുണ്ട്, പുരുഷന്മാരിലുണ്ട്. ഇപ്പോ എന്താണ്, കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഒരു സമരം നടന്നു. എന്താ സമരം? കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ അവിടെ ഹോസ്റ്റൽ മുറിയിൽ രാത്രി 10 മണിക്ക് ശേഷം പെൺകുട്ടികൾ പുറത്തിറങ്ങാൻ പാടില്ല എന്ന ഒരു നിയമമുണ്ട്, ഒരു സർക്കുലറുണ്ട്. ആ സർക്കുലറിനെതിരെയാണ് സമരം. ആൺകുട്ടികളും പെൺകുട്ടികളും സമരം ചെയ്യാൻ, ആണും പെണ്ണും വ്യത്യാസമില്ലാതെ സമരം ചെയ്യാൻ. കോസ്മെറ്റിക്സ്, സൗന്ദര്യവർദ്ധക വസ്തുക്കളുടെ ഉപയോഗം ഞാൻ പറയാൻ ചെറിയ കുട്ടികൾ മുതൽ പ്രായം ചെന്ന ആളുകൾ വരെ, പ്രായം ചെന്ന ആളുകൾ ഉപയോഗിക്കുന്നുണ്ടോ? ഉണ്ട്. അതെപ്പോഴാണ് മനസ്സിലാവുക? ഒരു വീട്ടിൽ കല്യാണം വരിക, വിവാഹം വരുന്നു, കുടുംബം നടന്നു, ഏതെങ്കിലും ഒരു വീട്ടിൽ നിന്നാ നമുക്ക് കല്യാണത്തിൽ പങ്കെടുക്കാൻ കഴിയില്ല, രാവിലെ പോയി വീട്ടുകാരെ കണ്ടു പോയാന്ന് വിചാരിച്ചിരുന്ന ആരോപണമാകുക. എല്ലാവരും വീട്ടിൽ പാടുണ്ടായി, ചുണ്ടിൽ ചായം തേച്ച്, മുഖത്ത് കുട്ടിയടിച്ച്, അന്നുള്ള ഓരോ അസ്ത്രവും വേണ്ടെന്ന് രാവിലെ തന്നെ നീയത്താക്കി 1000 രൂപ ബ്യൂട്ടി പാർലറുകളിൽ കൊണ്ടുപോയി. ഈ സംസ്കാരം ആളുകൾ ചിന്തിക്കുന്നതൊക്കെ ഞാൻ തന്നെ തീരുമാനമെടുക്കുന്നതാണ്. എനിക്ക് വിവാഹം വേണ്ടാന്ന് ഞാൻ തീരുമാനിക്കുമ്പോൾ എന്റെ ബുദ്ധിയാണ്, എന്റെ ചിന്തയാണ്, എന്റെ തീരുമാനമാണ്. അല്ല, സൗന്ദര്യവർദ്ധക വസ്തുക്കൾ ഉപയോഗിക്കാവുന്നത് എന്റെ ഇഷ്ടമാണ്, എന്റെ സ്വാതന്ത്ര്യമാണ്. അല്ല, ഈ സോഷ്യൽ മീഡിയയിലൂടെ പലരും ആവർത്തിച്ചു പറഞ്ഞ് അത്തരം വീഡിയോകളുടെ അടിമലമായി ആ ആളുകൾ എങ്ങോട്ടാണോ നമ്മൾ തെളിക്കുന്നത് അങ്ങോട്ട് എന്താ പറയാ, അതിന്റെ കൂടെ സഞ്ചരിക്കുന്ന കൂടക്കുടികളായി മാറി. ഒരാളും അയാളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഒന്നും ചെയ്യുന്നില്ല. സോഷ്യൽ മീഡിയ എങ്ങോട്ടാണെന്ന് നിൽക്കുന്ന പെൺകുട്ടികൾക്ക് ഒരുപക്ഷെ വേഗത്തിൽ മനസ്സിലാവും. GRWM എന്ന് പറയുന്ന ഒരു ടെർമിനോളജി, GRWM എന്താ? ഗെറ്റ് റെഡി വിത്ത് മീ. ഓരോ ദിവസവും യൂട്യൂബ് തുറന്നാൽ, ഇൻസ്റ്റഗ്രാമിലുണ്ടോ എനിക്കറിയില്ല, എന്താ അന്നത്തെ ദിവസം ഏത് ഡ്രസ്സാണ് ധരിക്കുന്നത്, ഏത് ഷെയ്ഡ് ലിപ്സ്റ്റിക് ആണ് ഉപയോഗിക്കുന്നത്, മുഖത്ത് എന്താണ് ധരിക്കുന്നത്, ഇതൊക്കെ വീഡിയോ ചിത്രീകരിച്ച് പുറത്തു തരും. ഇന്നത്തെ എന്റെ എന്താണ്, ഞാൻ ഇങ്ങനെയാണ്. എന്തുകൊണ്ടാ 5ാം ക്ലാസ്സിലെ കുട്ടി, 6ാം ക്ലാസ്സിലെ കുട്ടി സ്കൂളിലേക്ക് വരുമ്പോൾ ഉപയോഗിച്ചു വരുന്നത്?
എന്തുകൊണ്ടാണ് കോളേജിൽ പോകുന്ന പെൺകുട്ടികൾ ഇത് ഉപയോഗിക്കുന്നത്? നിരന്തരമായി വീഡിയോകൾ കാണുന്ന പെൺകുട്ടികൾക്ക് അവരുടെ ആത്മവിശ്വാസം നഷ്ടപ്പെട്ടു പോയി. ഞാൻ ഒന്നിനും കൊള്ളാത്തവളാണോ എന്നൊരു തോന്നലുണ്ടായി. ഞാൻ ഇത് ഉപയോഗിച്ചില്ലെങ്കിൽ എനിക്ക് ഈ സമൂഹത്തിലെ സ്ഥാനങ്ങളിൽ ഞാൻ പരിഗണിക്കപ്പെടുകയില്ലേ, ഞാൻ ഇവരുടെ കൂടെ നിൽക്കാൻ യോഗ്യയല്ലേ എന്നൊരു തോന്നൽ ഈ സോഷ്യൽ മീഡിയ ഉണ്ടാക്കി. അപ്പോൾ അതിനനുസരിച്ച് ജീവിതം ക്രമീകരിക്കുകയാണ്. ഒരു +1 +2 10ാം ക്ലാസ്സിലെ പെൺകുട്ടികൾക്ക് നോക്കിയാൽ ഞാനൊക്കെ പോകുന്ന സ്കൂളിൽ 75% കുട്ടികളും ഈ GRWM എന്ന ഈ ഒരു ക്യാമ്പയിൻ അടിപ്പെട്ട് അതുപോലെ കോളേജുകളിൽ വരുന്നവരാണ്, അതുപോലെ സ്കൂളുകളിൽ വരുന്നവരാണ്. സോഷ്യൽ മീഡിയ നമ്മുടെ കേവലം ഏതെങ്കിലും ഒരു കാഴ്ച മാത്രമല്ല നമ്മുടെ ജീവിതത്തിൽ ബാധിക്കുന്നത്, നമ്മുടെ ജീവിതത്തെ സ്വാധീനിക്കുന്നത് എല്ലാ മേഖലകളിലും. നമുക്ക് നിരീശ്വരവാദം, നിരീശ്വര നാസ്തിക ചിന്താഗതികൾ എവിടെ നിന്നാണ് നമ്മുടെ ചെറുപ്പക്കാർ കിട്ടിയത്? നമുക്ക് നമ്മുടെ വിസ്ഡമായി സജീവമായ ഒരു സമയത്താണ് ഒരു ചെറുപ്പക്കാരൻ അവന്റെ 18 വയസ്സ് സമയമായി അവൻ പറഞ്ഞത്, വാപ്പാനും പറഞ്ഞത്, ഇന്നു മുതൽ നിങ്ങൾ എന്റെ കാര്യത്തിൽ ഇടപെടാൻ പാടില്ല, ഞാൻ ഒരു ഫ്രീ തിങ്കറാണ്, ഞാനൊരു സ്വതന്ത്രവാദിയാണ്, സ്വതന്ത്ര ചിന്തക്കാരനാണ്. അവന്റെ വാപ്പിനെ അവനെ ചെറുപ്പത്തിൽ ഖുർആൻ ഹിഫ്ളാക്കിക്കൊണ്ടു. അവർക്ക് ഖുർആനുമായി ബന്ധപ്പെട്ട 2 മഹാരഥന്മാരുടെ പേര് ചേർത്ത് വെച്ച് അവന് പേരിട്ട് കൊടുത്തു. ഞാൻ ആ പേരുകൾ പറയുന്നത് ശരിയില്ലാത്ത പറയുന്നു. അത്ഭുതകരമായി മാതാപിതാക്കളുടെ ചിന്ത അത്ഭുതം തോന്നിപ്പോയി. ഇസ്ലാമി എല്ലാ ദിവസവും അവരുടെ ഹിഫ്ള് 1-2 ദിവസം മുറാജഅ നടത്താൻ പറയും. ആ ഉമ്മ തിരിച്ചറിഞ്ഞു, ഇവൻ എന്നെ പറ്റിപ്പോയാണ്, മുറാജഅ നടത്തുന്നില്ല എന്ന് ഉണ്ടാകുന്നു. അവനെ വിഷമിപ്പിക്കേണ്ടത് തീരുമാനിച്ചു. 18ാമത്തെ വയസ്സ് കഴിയുന്ന അവന്റെ ജന്മദിനത്തിൽ നിന്ന് അവൻ പറഞ്ഞു, ഞാൻ സ്വതന്ത്രനാണ്, എനിക്ക് മതമില്ല, നിങ്ങൾ എന്റെ ജീവിതത്തിൽ ഇടപെടാൻ പാടില്ല. ഏതൊരു മാതാവിന്റെയും പിതാവിന്റെയും വിഷമം പോലെ ആ മാതാപിതാക്കളും അവന്റെ വിഷയത്തിൽ ഇടപെടാൻ ശ്രമിച്ചു. അവരുടെ തൊട്ടടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ പോയി സിഐയോട് പറഞ്ഞു, ഇതാ എന്റെ മാതാപിതാക്കൾ, അവരുടെ മതം എന്നെ അടിച്ചേൽപ്പിക്കുന്നു, അതിന്റെ സ്വാതന്ത്ര്യത്തിന് വിരുദ്ധമാണ്. സിഐ ഒരു രക്ഷിതാവായിരിക്കും, അയാൾക്ക് മനസ്സിലായി. അയാൾ പറഞ്ഞു, എന്റെ രക്ഷിതാക്കളല്ലേ, അവർക്കൊരു 3 ദിവസം നീ കൊടുത്തി, അത് കഴിഞ്ഞ് ഇഷ്ടം പോലെ. ആ 3 ദിവസത്തിലേക്കാണ് നമ്മുടെ വിശ്വം വലയിലേക്ക് അവർ പറയുന്നത്. സുഹൃത്തുക്കളെ, മുമ്പൊന്നുമില്ലാത്ത ഈ നിരീശ്വരവാദത്തിലേക്ക് എങ്ങനെയാണ് ആളുകൾ പോയത്? ഒരു സമയത്ത് ഒരു സീസൺ ഉണ്ടായിരുന്നു, മതം വിട്ട പെണ്ണ്. ഇപ്പോ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ എടുത്തു നോക്കിയാൽ കാണാൻ പറ്റും. മതപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടി നോക്കുന്ന ആളുകൾക്കറിയാം, ഇവിടെ ചില മുസ്ലിങ്ങൾ അറിയപ്പെടുന്ന ആളുകളുമായി നടക്കുന്ന വാദപ്രതിവാദങ്ങൾ, സംവാദങ്ങൾ, ചർച്ചകൾ, പ്രത്യേകിച്ച് നമ്മുടെ മാതാപിതാക്കൾ ഓപ്പൺ ഡയലോഗ് ഭയങ്കരമായ മുസ്ലിങ്ങൾ ഉണ്ടായി. ഞാനൊരിക്കൽ എന്റെ നാട്ടിൽ ഒരു സുഹൃത്തിലേക്ക് ഒരു മെസ്സേജ് എന്നെ വിളിച്ചു പറഞ്ഞു, എന്നെ ഒരു വാട്സാപ്പ് ഗ്രൂപ്പിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അത് 240 250 അല്ല 45 50 ഗ്രൂപ്പാണ്, നമ്പറാണ് ആ ഗ്രൂപ്പ്. അത്രയും എന്റെ നമ്പർ 45 അല്ലെങ്കിൽ 50 ഗ്രൂപ്പിലാണ്. അതിനുശേഷം ഗ്രൂപ്പുകൾ ഉണ്ടാവും. അന്ന് 256 വാട്സാപ്പ് ഗ്രൂപ്പിൽ കൊള്ളുന്ന ഒരു കാലമാണ്. 50 ഗ്രൂപ്പ് കൊള്ളുമെന്ന് വിചാരിക്കും. 50 പിന്നെ 56 എത്രാളായി, ആയിരക്കണക്കിന് ചെറുപ്പക്കാർ. എന്താ നിരീശ്വരവാദത്തിലേക്ക്, മതത്തിന് സംശയം ജനിപ്പിക്കാൻ, നിരീശ്വരവാദത്തിലേക്ക് ചെറുപ്പക്കാരെ പ്രമോട്ട് ചെയ്യാൻ. ഞാൻ പറയുന്നത്, ഇവിടെ നിരീശ്വരവാദികളായി ഏതെങ്കിലും ഒരു മുസ്ലിം ചെറുപ്പക്കാരൻ മതവിരുദ്ധമായി ചിന്തിക്കുന്നുണ്ടെങ്കിൽ, ഇസ്ലാമിനെ ചോദ്യം ചെയ്യുന്നുണ്ടെങ്കിൽ, ഇസ്ലാമിന്റെ നിയമം തിരുത്തണമെന്ന് ആവശ്യപ്പെടുന്നുണ്ടെങ്കിൽ, അവിടെ ഞങ്ങളുടെ നാട്ടിലെ ഷൊർണൂർ അല്ലാമീൻ ലോ കോളേജിൽ ഏഷ്യാനെറ്റ് ചാനൽ യുവജനോത്സവം പറഞ്ഞൊരു പരിപാടി നടത്തിപ്പോയ ഒരു പെൺകുട്ടിയോട് ചോദിച്ചു നിലനിൽക്കുന്ന മതനിയമങ്ങളെ കുറിച്ച്. തട്ടമിട്ട മുസ്ലിം പെൺകുട്ടി പറഞ്ഞു, മതനിയമങ്ങൾ കാലോചിതമായി തിരുത്തണം, ഇസ്ലാമിക നിയമങ്ങൾ കാലോചിതമായി തിരുത്തണം. അത് തിരുത്താൻ പക്ഷേ മുസ്ലിങ്ങൾ തന്നെ സമ്മതിക്കുന്നില്ല. അല്ലാഹുവിന്റെ നിയമങ്ങൾ തിരുത്തണമെന്നാണ് വാദിക്കുന്നത്. ലോകാവസാനം വരെ നിലനിൽക്കുന്ന
ഒരു മതമാണിത്, ഒരു ആദർശമാണിത്. അല്ലാഹു സംരക്ഷണം ഏറ്റെടുത്ത നിയമമാണിത്. ആ നിയമത്തെ തിരുത്താമെന്നാണ് വാദിക്കുന്നത്. ഇസ്ലാമിക നിയമങ്ങളും ഭൗതിക നിയമങ്ങളും പഠിച്ചു മനസ്സിലാക്കി ഒരു തീരുമാനമെടുത്തതാണോ? അല്ല. നാസ്തികതയിലേക്കാണ് പോകുന്നത്. ഇസ്ലാമും നിരീശ്വരവാദവും പഠിച്ച് ഇസ്ലാമിനേക്കാൾ ബെറ്ററാണ്, നല്ലതാണ് നിരീശ്വരവാദം മനസ്സിലാക്കിയിട്ടാണോ? അല്ല. സോഷ്യൽ മീഡിയയിൽ നിരന്തരമായി കാണുന്ന ഓരോ ദിവസവും 3-4 മണിക്കൂർ സോഷ്യൽ മീഡിയയിലെ ഇത്തരം നാസ്തിക അക്രമങ്ങൾ വീക്ഷിച്ച് അവരുടെ ആശയങ്ങളിൽ ആകർഷകരായി ഇസ്ലാമിനെ തള്ളി പറയുന്നവരെ എത്തുന്നു. സോഷ്യൽ മീഡിയ കണ്ണുകൊണ്ട് കാണുന്ന തിന്മ മാത്രമല്ല, കാതുകൊണ്ട് കേൾക്കുന്ന തിന്മ മാത്രമല്ല, മറിച്ച് നമ്മുടെ ജീവിതത്തെ ആഴത്തിൽ ബാധിക്കുന്നു. നമ്മുടെ ഈമാൻ നഷ്ടപ്പെടുത്തുന്നു, നമ്മുടെ തൗഹീദ് നഷ്ടപ്പെടുത്തുന്നു, നമ്മുടെ വിശ്വാസം കൈവെക്കുന്നു, നമ്മെ ഇസ്ലാമിൽ നിന്ന് പുറത്തേക്ക് വലിച്ചു കൊണ്ടുപോകുന്നു. തൽക്കാലത്തേക്ക് അവസാനിപ്പിക്കാൻ ഇൻഷാ അല്ലാഹ് ജമാഅത്തിന് ശേഷം കുറച്ച് കാര്യങ്ങൾ കൂടി നമുക്ക് സംസാരിക്കാറുണ്ട്. നമസ്കാരം കഴിയുന്നത്ര വേഗത്തിൽ ഹാളിലേക്ക് തിരിച്ചു വരണമെന്ന് ഓർമ്മപ്പെടുത്താൻ ഒരു ബക്കറ്റുകളും കുപ്പളകളും പോയി അതിന് വേണ്ടത്ര പരിഗണിച്ചിട്ടുണ്ടോ എന്നൊന്ന് ആലോചിക്കണം. ഇതിനാവശ്യമായ സാമ്പത്തിക സഹായം ചെയ്യാൻ മറക്കരുത് എന്നുകൂടി ഓർമ്മപ്പെടുത്തുന്നു. സുബ്ഹാനല്ലാഹി വബിഹംദിഹി അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വ അത്തൂബു ഇലൈക്. والسلام على نبينا محمد وعلى آله وصحبه أجمعين. സ്നേഹനിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, വളരെ നിരുപദ്രവകാരി എന്ന് വലിയ ഉപദ്രവമില്ലാത്തത് എന്ന് പ്രത്യക്ഷത്തിൽ നമ്മൾ വിചാരിക്കുന്നു. എന്നാൽ നമ്മുടെ ജീവിതത്തിൽ ശരീരത്തിൻ്റെ ഒരവയവം പോലെ നടക്കുന്ന ഫോൺ, പ്രത്യേകിച്ച് അതിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്തതായി ചിന്തിക്കുന്ന സോഷ്യൽ മീഡിയ സംവിധാനങ്ങൾ നമ്മുടെ ജീവിതത്തെ എത്ര ആഴത്തിൽ ബാധിക്കുന്നു എന്നതിൻ്റെ ചില ചെറിയ ഉദാഹരണങ്ങൾ പറയാനാണ് ശ്രമിച്ചത്. അത് കേവലം കാണാൻ പറ്റാത്ത കാര്യങ്ങളുള്ളത് എന്ന് മാത്രമാണ് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടാവുക. പക്ഷേ നമ്മെ നമ്മുടെ മതത്തിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുപോകുന്ന, നമ്മുടെ ദീൻ നഷ്ടപ്പെടുത്തുന്ന, നമ്മുടെ ഈമാൻ നഷ്ടപ്പെടുത്തുന്ന, നമ്മളെ കുഫറിന്റെ ആളുകളാക്കി മാറ്റാൻ മാത്രം വലിയ അപകടങ്ങൾ ഇതിനകത്ത് ഒളിഞ്ഞിരിക്കുന്നത് എന്നത് നമ്മൾ മനസ്സിലാക്കുക. കുറെ തെറ്റായ ചിന്തകളിലേക്ക് നയിക്കുന്നതോടൊപ്പം നിരീശ്വരത്വത്തിലേക്കും നിർമ്മതവാദങ്ങളിലേക്കും ഒക്കെ പല സോഷ്യൽ മീഡിയ ഹാൻഡിലുകളും നമ്മളെ കൊണ്ടുപോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധാപൂർവമാണ് ഇത്തരം കാര്യങ്ങൾ കൈകാര്യം ചെയ്യേണ്ടത്. ഇതിനകത്ത് അകപ്പെട്ട് കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ നിൽക്കുന്നിടം ന്യായീകരിക്കാനാണ് നമ്മൾ ശ്രമിക്കുക. നമ്മൾ എവിടെയാണോ ഉള്ളത് അതിനെ ന്യായീകരിച്ച് വിശദീകരിച്ച് എൻ്റെ ഭാഗമാണ് ശരിയെന്ന് വരുത്തി തീർക്കാൻ ആളുകൾ ചിന്തിക്കാറുണ്ട്, ശ്രമിക്കാറുണ്ട്. അത് മനുഷ്യന്റെ മാനസികാവസ്ഥയാണ്. ഒരു തരം ഡിഫൻസ് മെക്കാനിസം പോലെ. അതാണ് നമ്മൾ ചെയ്യുന്നത്, നമ്മൾ ന്യായീകരിക്കും. അത് ലോകത്തെല്ലാ മനുഷ്യർക്കും. നമ്മൾ വിചാരിക്കുന്നത് ഞാൻ എൻ്റെ ഭാഗം ശരിയാം വിധം ക്ലിയർ ചെയ്തിട്ടുണ്ട്, ശരിയാക്കിയിട്ടുണ്ട് നമ്മൾ വിചാരിക്കുന്നത്. എന്റെ സാഹചര്യം അതായതുകൊണ്ട് എനിക്കതിന് ആ ഗ്രൂപ്പ് നോക്കൽ അത്യാവശ്യമായിട്ടുണ്ട്. സമൂഹത്തിലെ എല്ലാവരും ഇതൊക്കെ തന്നെയാണല്ലോ, ഞാൻ മാത്രമല്ലല്ലോ, എല്ലാവരും ഉണ്ടല്ലോ, എല്ലാവരും ഇങ്ങനെയാകുമ്പോൾ ഞാൻ മാത്രം ഇങ്ങനെ മാറി നിൽക്കും. ഇങ്ങനെയൊക്കെ നമ്മൾ ചെയ്യുന്നത്. നമ്മളെപ്പോഴും പറയാറുണ്ട്, താമരശ്ശേരിയിൽ വിമാനത്തിനൊരു കുട്ടിയുണ്ട്, ഒരു ചെറുപ്പക്കാരൻ. നിങ്ങളൊക്കെ ഓർക്കുന്നില്ലേ? അടുത്ത വീട്ടിൽ പോയി ഒരു വെട്ടുകത്തി വാങ്ങിച്ചുകൊണ്ട് തേങ്ങ പൊടിക്കാനാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് സ്വന്തം ഉമ്മാനെ കിടന്നത്.
അവനെ പിടികൂടി ചോദ്യം ചെയ്തപ്പോൾ അവൻ പറഞ്ഞ വാചകം എന്നറിയാം, ഞാൻ ചെയ്തത് തെറ്റായി, ചെയ്യാൻ പാടില്ലായിരുന്നല്ല. എനിക്ക് ജന്മം നൽകിയതിന് എന്റെ ഉമ്മാക്ക് ഞാൻ നൽകിയ ശിക്ഷയാണ്. എനിക്ക് ജന്മം നൽകിയതിന് ഞാൻ എന്റെ ഉമ്മാക്ക് നൽകിയ ശിക്ഷയാണ്. സ്വന്തം ഉമ്മാനെ ഒരു ന്യായം പറയാനുണ്ടാവും. അതുകൊണ്ട് നമ്മൾ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ന്യായീകരണം സ്വയം കണ്ടെത്തി ഇത്തരം സംവിധാനങ്ങളോടൊപ്പം നിലനിൽക്കുകയാണെങ്കിൽ അതൊരിക്കലും അതിന് സാധൂകരിക്കുന്നതിന് ശരിയൊക്കില്ല. നിങ്ങൾ ചെയ്യുന്നത് ശരിയാണ് എന്ന് വരുന്നില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം സൗന്ദര്യം പ്രകടിപ്പിക്കാൻ ഒരു സ്ത്രീക്ക് അനുവദിക്കപ്പെട്ട ഇടങ്ങൾ ഏതൊക്കെയാണ്? സ്ത്രീ അവരുടെ സൗന്ദര്യം പ്രകടിപ്പിക്കാൻ പാടില്ല എന്ന ഇസ്ലാമിക നിയമമാണ്. ഹിജാബ് ധരിച്ച് പുറത്തിറങ്ങണം, ശിരോവസ്ത്രം തലമറച്ചുകൊണ്ട് ശരിയാം വിധം ശിരോവസ്ത്രം അണിഞ്ഞ് പുറത്തിറങ്ങുന്നത് ഇസ്ലാമികമായ ഒരു സ്ത്രീ പാലിക്കേണ്ട നിയമമാണ്. സ്ത്രീക്കും പുരുഷനുമിടയിൽ അകലം പാലിക്കണമെന്നത് പുരുഷനും സ്ത്രീയും പാലിക്കേണ്ട നിയമമാണ്. ഒരു സ്ത്രീയോടൊപ്പം ഒറ്റപ്പെട്ടാൽ മൂന്നാമതായി പിശാചുണ്ടാകുന്ന മൂന്നാമതായി ശൈത്താൻ ഉണ്ടാകുന്ന ഹദീസ് ഇമാം ബുഖാരി അതിന്റെ ഹെഡിങ് എന്നത് ആ അധ്യായത്തിന്റെ തലക്കെട്ട് സ്ത്രീയും പുരുഷനും ഒറ്റക്കാകുന്നതിനെ നിരോധിക്കുന്ന ഹദീസാണ്. ഒരാൾ ഒറ്റക്കാകാൻ പാടില്ല. അതൊരു വീട്ടിലോ ഒരു മുറിയിലോ ഒരു ഓഫീസിലോ മാത്രമല്ല, ഒരു വാട്സാപ്പിന്റെ ചാറ്റ് റൂമിൽ, ഒരു ഇൻസ്റ്റഗ്രാമിന്റെ പ്രൈവറ്റ് ചാറ്റ് റൂമിൽ, ഒരു ടെലഗ്രാമിന്റെ പ്രൈവറ്റ് ചാറ്റ് റൂമിൽ ആരും പെണ്ണൊറ്റക്കാകാൻ പാടില്ല. അതുകൊണ്ടാണ് കുറ്റിപ്പുറത്തൊരു പെൺകുട്ടി റെയിൽവേ സ്റ്റേഷനിൽ വന്ന് കാത്തുനിന്നത്. വാട്സാപ്പിലൂടെ പരിചയപ്പെട്ടതിന്റെ കാമുകനോടൊപ്പം ഒളിച്ചോടാൻ 17-18 വയസ്സുകാരിയായ പെൺകുട്ടിയെ തേടി വന്നത് 60 വയസ്സുള്ള ഒരു മനുഷ്യനായിരുന്നു. ഗുജറാത്തിൽ 13 വയസ്സുകാരനായ ഒരു 9ാം ക്ലാസ്സുകാരനെ കൊണ്ട് ഒളിച്ചോടിയത് 22 വയസ്സുകാരിയായ അവന്റെ ട്യൂഷൻ ടീച്ചറായിരുന്നു. നിങ്ങൾ പറഞ്ഞ ഈ നാരിക കഥകൾ കുറയുന്നു. മൂക്കുപൊത്തിയാലും ദുർഗന്ധമായ കഥകൾ കുറെ പറയണം. എവിടുന്നാണ്? കഴിഞ്ഞ 6 മാസത്തെ പത്രവാർത്തകൾക്ക് ഞാൻ ദിവസം കുറെ കാര്യങ്ങൾ ശ്രമിച്ചു. എല്ലാ പത്രവാർത്തകളും ഇൻസ്റ്റഗ്രാമുകളിലൂടെ പരിചയപ്പെട്ട് ഒളിച്ചോടിയ ആളുകളുടെ കഥകളാണ്. 2 കുട്ടികളുടെ അമ്മ ഒളിച്ചോടി, 3 കുട്ടികളുടെ വാപ്പ വേറെ സ്ത്രീകളൊക്കെ പോയി. എത്ര മോശമാണ്! 40 വയസ്സായ സ്ത്രീ പോയ 20 വയസ്സായ ചെറുപ്പക്കാരന്റെ കൂടെയാണ്. ഞാൻ പറയുന്നത് വഴിവിട്ട ബന്ധങ്ങൾ, അവിഹിത ബന്ധങ്ങൾക്ക് ആരാണ് എതിർത്ത് പറയുന്നത്? ആരാണ് ഇതൊക്കെ ശരിവെക്കുന്നത്? ഈ സോഷ്യൽ മീഡിയ. നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? ഒരു സിനിമാ സംവിധായകൻ അയാളുടെ പ്രശസ്തമായ ഒരു സിനിമ പുറത്തിറങ്ങി അതിന്റെ പ്രമോഷന് വേണ്ടി കൊടുത്ത ഇന്റർവ്യൂ പറഞ്ഞ വാചകമുണ്ട്. നമ്മളിവിടെ ഇടവണ്ണപ്പാടി ജനകീയ വിചാരണ വീഡിയോ ഓർമ്മയില്ല. എന്താ പറഞ്ഞത്? എന്റെ സിനിമ കണ്ട് 10 കുടുംബങ്ങൾ ഡിവോഴ്സ് ചെയ്താൽ എന്റെ സിനിമ വിജയിച്ചു. എന്റെ സിനിമ കണ്ടിട്ട് 10 കുടുംബങ്ങൾ പരാതിയിലേക്ക് എത്തിയാൽ എന്റെ സിനിമ വിജയം നേടുക. ഞാൻ പറയുന്നത് ഇവിടെ സിനിമകൾ ഇറങ്ങുന്നത്, സീരിയലുകൾ ഇറങ്ങുന്നത്, മാധ്യമ രംഗത്തെ ആളുകൾ നിരന്തരമായി വീഡിയോ ചെയ്യുന്നത്, യൂട്യൂബർമാർ നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കുടുംബ സംവിധാനം തകർക്കണം, ലൈംഗിക അനാചാരത്തിലേക്ക് തള്ളിവിടാൻ, ഇഷ്ടമുള്ളതുപോലെ ജീവിച്ചോളാം, സ്ത്രീയും പുരുഷനും വിവാഹവും ഭാര്യയും ഭർത്താവും അങ്ങനെയൊന്നും ഒരു നിബന്ധനയില്ല, തോന്നിയതുപോലെ ജീവിക്കാമെന്ന, തന്റെ ഹവയെ പിന്തുടർന്ന് ജീവിക്കാമെന്ന. അറിയോ
ഡൽഹിയിലെ സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലെ ഹോസ്പിറ്റലുകളെ കുറിച്ച് എന്റെ ഒരു സുഹൃത്ത് പറഞ്ഞൊരു സംഭവമുണ്ട്. എന്താണ്? മുമ്പൊക്കെ അവിടെ നിന്ന് കേട്ടിരുന്നു, JNU പോലെയുള്ള, ഡൽഹി യൂണിവേഴ്സിറ്റി പോലെയുള്ള, ജാമിയ മില്ലിയ പോലെയുള്ള, JNU പോലെയുള്ള സർവകലാശാലകളിലെ ഹോസ്പിറ്റലുകളുടെ പിന്നാമ്പുറങ്ങളിൽ ഗർഭനിരോധന ഉറകൾ കിടക്കുന്നതാണ്. എന്താ പറഞ്ഞോ? ഹോസ്റ്റലിൽ ഇരിക്കുന്നവർ സ്ഥിരമായി കോപ്പർട്ടികൾ ധരിച്ചാണ്, സ്ഥിരം ഗർഭനിരോധന സംവിധാനങ്ങൾ ഉപയോഗിച്ചാണ് എവിടെ കഴിയുന്നത്? ഹോസ്റ്റൽ മുറികളിൽ പെൺകുട്ടികൾ കഴിയുന്നത്. പാലക്കാടിലെ ഒരാൾ എന്നെ വിളിച്ചു പറഞ്ഞു, ഇടുക്കിയിൽ നിന്ന് എന്റെ മകനൊരു കല്യാണാലോചനയുണ്ട്, നിങ്ങളതൊന്ന് അന്വേഷിക്കണം, അല്ലെങ്കിൽ അന്വേഷിക്കാൻ നമ്പർ തരണം. ഞാൻ നമ്പേഴ്സ് വിളിച്ചു, ദൂരന്ന് വിവാഹം ആലോചിച്ചത് പ്രശ്നമില്ല, ഒരേ ആഘോഷമാണെങ്കിൽ ഇന്നത്തെ കാലത്ത് ദൂരൊന്നും പ്രശ്നമില്ല. അദ്ദേഹം പറഞ്ഞു, അത് വിഷാദെ ഒരേ ആഘോഷമല്ല, ഇന്ത്യയിൽ ഇത്ര റിസ്ക് എടുക്കണം. അവർ രണ്ടുപേരും ഒരു തീരുമാനിച്ചതാണ്. എനിക്കത് ഇടപെടാൻ കഴിയാത്ത രൂപത്തിൽ അവർ വാശി കാണിച്ചു. പ്രണയങ്ങൾക്ക് വല്ലാത്ത ഒരു മാനം ഈ സോഷ്യൽ മീഡിയ നൽകി. ഓരോ പെൺകുട്ടിയും ആൺകുട്ടിയും അവരുടെ ഒരു ചെറിയ പ്രായത്തിൽ തന്നെ തന്റെ ഇണയെ കിണയ്ക്കണം. എന്താ പറയുന്നത്? ന്യായം എന്താ? ചാനൽ ചർച്ചകളുടെ വീഡിയോസ് നിങ്ങൾ വാട്സാപ്പിൽ കിട്ടിയിട്ടുണ്ടാവും, യൂട്യൂബിൽ കണ്ടിട്ടുണ്ടാവും. പലതരത്തിലുള്ള ആളുകൾ മയക്കും പിടിച്ച് അങ്ങാടികളിലൂടെ, ബീച്ചുകളിലൂടെ, പാർക്കുകളിലൂടെ പോയി ചോദിക്കാതെ ചെറുപ്പക്കാരുണ്ട്. എന്താ അറേഞ്ച് മാരേജ് ആണോ നല്ലത്, പ്രണയ വിവാഹമാണോ, ലവ് മാരേജ് ആണോ നല്ലത്? ഇത് കാണാനുള്ള കുട്ടികൾ ആരാണ് നമ്മുടെ കുട്ടികളെ വഴിയിലപ്പിക്കുന്നത് ചോദിച്ചാൽ ഈ പറയുന്ന സംവിധാനങ്ങൾ ഇതിങ്ങനെ എടുത്ത് വീഡിയോ അപ്പൊ പറയാൻ അത് ലവ് മാരേജ് ആണ്. എന്താ കാരണം? ലവ് മാരേജ് ആവുമ്പോ കുറെ കാലം അതിന് പരിചയപ്പെട്ട് കുടുംബജീവിതത്തിലേക്ക് നടത്താറും. ലോകത്തെ ഏറ്റവും വലിയ അബദ്ധം വിഡിത്തമാണ്. ഒരു പരിചയമില്ലാതെ ഒരുമിച്ച് ജീവിക്കുന്നതാണ് പ്രണയ ജീവിതം. ഒരു പരിചയമില്ല, കുറെ കാലം പ്രണയിച്ചിട്ടുണ്ടെങ്കിൽ വേണ്ട എന്ന് തീരുമാനിക്കുകയാണ്. പ്രണയ വിവാഹങ്ങൾ എന്തുകൊണ്ടാണ് ഭൂരിഭാഗവും 95% പരാജയപ്പെട്ടു പോകാനുള്ള കാരണം? ഈ പറയുന്ന സോഷ്യൽ മീഡിയകളുടെയും സിനിമകളുടെയും സീരിയലുകളുടെയും ഒക്കെ പ്രചാരണങ്ങൾക്ക് പ്രണയിച്ച് വിവാഹം കഴിച്ച ഒരുപാട് ജീവനുകൾ തകർന്നു പോകാനുള്ള കാരണം പ്രണയം എന്നുള്ളത് വൈകാരികമായി എടുക്കുന്ന തീരുമാനമാണ്. ഇതിനെക്കുറിച്ചൊക്കെ ലോകത്ത് ഒരുപാട് പഠനങ്ങൾ നടക്കുന്നുണ്ട്. സയൻസ് ഓഫ് ലവ് എന്ന പുസ്തകം, സയൻസ് ഓഫ് ലവ്, പ്രണയത്തിന്റെ ശാസ്ത്രമാണ്. മനുഷ്യന്റെ പ്രീഫ്രണ്ടൽ കോർട്ടെക്സ് എന്ന് പറയുന്ന തലച്ചോറിന്റെ ഒരു ഭാഗമുണ്ട്. അപ്പോ ഒരു പുരുഷൻ ഒരു സ്ത്രീയെ കാണുന്ന ഒരു സ്ത്രീ ഒരാളിൽ ആകർഷണമാകുന്നതോടുകൂടി മനുഷ്യന്റെ വിവേകമുള്ള തീരുമാനങ്ങളുടെ തലച്ചോറിന്റെ ഈ മുൻഭാഗമാണ് അതിന്റെ പ്രവർത്തനം ഉയർത്തുന്നത്. അത് വെച്ച് നല്ല തീരുമാനമെടുക്കുക. ഏതാനും സെക്കൻഡുകൾ കൊണ്ട് ഒരു സ്ത്രീ ഒരു പുരുഷനിൽ ആകർഷണനായേക്കാം, ഒരു സ്ത്രീ ഒരു പുരുഷൻ ഒരു സ്ത്രീയിൽ ആകർഷണനായേക്കാം. പിന്നെ എടുക്കുന്ന തീരുമാനങ്ങളൊക്കെ ഈ വിവേകമില്ലാത്ത തീരുമാനമായിരിക്കും. ആ വൈകാരികതയിൽ എടുക്കുന്ന തീരുമാനം, അതായത് പ്രീഫ്രണ്ടൽ കോർട്ടെക്സ് എടുക്കുന്ന തീരുമാനം എന്താണ്? അത് നിശ്ചലമായി എടുക്കുന്ന തീരുമാനം. നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും, എന്തുകൊണ്ടാണ് 16 വയസ്സ് 35 വയസ്സായ പെണ്ണിന്റെ കൂടെ പോയത് ചിന്തിക്കുന്നോ? എന്താ കാരണം? തീരുമാനം എടുക്കുന്നത് ബോധാവസ്ഥയിലല്ല. എന്തിനാണ് കോടതിയിൽ വെച്ച് എന്റെ ഉമ്മയെയും പാപ്പയെയും എനിക്ക് വേണ്ട എന്നൊരു പെൺകുട്ടി തീരുമാനിച്ചു ചിന്തിക്കുന്ന? അപ്പോ ആലോചിച്ച് ചിന്തിച്ച് തീരുമാനിക്കുന്ന ഒരു സംഗതിയെയല്ല പ്രണയം എന്ന് പറയുന്നത്. അതൊരു വൈകാരികതയാണ്. പിന്നെ യഥാർത്ഥ ജീവിതത്തിലേക്ക് കടക്കുമ്പോഴാണ് ബോധപൂർവമുള്ള തീരുമാനങ്ങളിലേക്ക് മനുഷ്യരെത്തുന്നത്. പ്രണയിക്കുന്ന കാലമത്രയും ഈ രൂപത്തിലായിരിക്കും മനുഷ്യന്റെ മനസ്സ്. യഥാർത്ഥ ജീവിതത്തിലേക്ക് കടക്കുമ്പോ ശരിയായ തീരുമാനങ്ങളിലേക്ക് എത്തും. അപ്പൊ ജീവിതം തകർന്നു പോകും. ഒന്നും ശരിയാവില്ല. അല്ലേ? ഇനി നോക്ക്, നിങ്ങൾ അറേഞ്ച് മാരേജ് ആണോ പ്രണയ വിവാഹമാണോ ശരിയായത്? പ്രണയ വിവാഹം എന്ന് പറയുന്നത്
ഓളെ ചിരി കണ്ടപ്പോൾ ഞാൻ മയങ്ങിപ്പോയി. ഒറ്റ നോട്ടത്തിൽ fall in love എന്നാണ് ഇംഗ്ലീഷ് പ്രയോഗം. I fall in love. ഞാൻ പ്രണയത്തിൽ വീണുപോയി. ഞാൻ എന്നോട് പറഞ്ഞു വിചാരിക്കുന്നു, സോഷ്യൽ മീഡിയ നമ്മളെ വഴിമുട്ടിക്കുന്ന ചില മേഖലകളിൽ എഡിറ്റിംഗ് എടുക്കാനാണ് മനസ്സിലായില്ലേ? പണ്ട് ഒരു രസികനായ ഒരാളുണ്ടായി, അവന്റെ ഷൂ കണ്ടപ്പോൾ ഞാൻ അവിടെ പ്രണയിച്ചു പോയി. ഇത്രയുള്ള പ്രണയം തോന്നി. എന്നിട്ടാണ് ലോ ബാങ്ക് സംഭവം, പ്രണയം ബാങ്ക് സംഭവം. വിവാഹം എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. വിവാഹം എന്ന് പറഞ്ഞാൽ അന്വേഷിക്കും അല്ലേ? ചെക്കനെ കുറിച്ച് വരനെ കുറിച്ച് നാട് മുഴുവൻ അന്വേഷിക്കും. പെൺകുട്ടിയെ കുറിച്ച് അവരുടെ കൂടെ പഠിച്ചവരുടെ അന്വേഷിക്കും. യഥാർത്ഥത്തിൽ ഒരേ ആശയമാണോ, ഒരേ ആദർശമാണോ, പരസ്പരം യോജിക്കുന്നുണ്ടോ, കാണുന്നു, സംസാരിക്കുന്നു, ഇഷ്ടപ്പെട്ടവരെന്ന് ചോദിക്കുന്നു, പിതാവ് മകളോട് സമ്മതം ചോദിക്കുന്നു, എന്നിട്ട് ഒരുപാട് ആലോചനകൾക്ക്, ചർച്ചകൾക്ക് ശേഷം, അന്വേഷണങ്ങൾക്ക് ശേഷം മുന്നോട്ട് വെക്കുന്ന വിവാഹമാണ് ഏറ്റവും സുരക്ഷിതമായ മാർഗം. നിങ്ങളുടെ ആടിനെ പട്ടിയാക്കുകയാണ് സോഷ്യൽ മീഡിയയിൽ ചെയ്യുന്നത്. ആടിനെ പട്ടിയാക്കുക എന്താ പറയാ? അത് ഒരു ചായ കുടിച്ചപ്പോഴുണ്ടായ സംഗതിയാണ് വിവാഹം. ഇവൻ വിവാഹം അന്വേഷിക്കുന്ന വരൻ പെണ്ണിന്റെ വീട്ടിൽ പോയി ഒരു കപ്പ് ചായ കുടിച്ച ബന്ധത്തിന്റെ പേരിൽ നടക്കുന്ന ബന്ധമാണ് വിവാഹം. നമ്മൾ തല കുറിച്ച് സമ്മതിക്കാൻ ശരിയാണ്. ഒരു കപ്പ് ചായ കുടിച്ചാൽ തുടങ്ങാൻ ചായ കുടിക്കാൻ പോണെങ്കിൽ മുന്നിലുള്ള അന്വേഷണങ്ങൾ. ചായ കുടിച്ച് കഴിഞ്ഞവൻ എനിക്ക് അവിടെ ഇഷ്ടപ്പെട്ടിട്ടോ, നമുക്ക് ഈ വിവാഹം മുന്നോട്ട് പോകാൻ പറഞ്ഞാൽ പെൺകുട്ടിയുടെ വാപ്പറ എന്നാ ഒക്കെ ഇല്ല. കൈകൂടെ ഞാൻ മറുപടി പറയാറുണ്ട്. ഒരുപാട് ആലോചനകൾ, ഒരുപാട് അന്വേഷണങ്ങൾ, ഏറ്റവും സുരക്ഷിതമായ ഒരു മാർഗത്തെ തള്ളിപ്പറഞ്ഞ് നമ്മുടെ ചെറുപ്പക്കാരെ വഴിയിടപ്പിക്കുന്ന ആളുകൾ ഈ സോഷ്യൽ മീഡിയ ലോകത്തുണ്ട്. എന്നിട്ട് അവരെ വലിയ തെറ്റായ കെണികളിൽ കൊണ്ടുപോയി ശ്രദ്ധാതിരോധാനം എന്നൊരു സംഭവം ഉണ്ടായിരുന്നു. ഇത് കേട്ടിട്ടുണ്ടോ നോക്കുന്നില്ല. ശ്രദ്ധ പറയുന്ന ഡൽഹിക്കാരിയായ പെൺകുട്ടിയെ കാണാതെയാണ്. ഡൽഹിയിലുള്ള ശ്രദ്ധ എന്ന പെൺകുട്ടിയെ കാണാതെയാണ്. ഭയങ്കര ചർച്ചയായ വാർത്തകളായി അവസാന പെൺകുട്ടിയിലുള്ള കിട്ടിയറിയോ? മുംബൈയിലുള്ള മുസ്ലിം പേരുള്ള അവളുടെ സുഹൃത്തിന്റെ വീട്ടിലെ ഫ്രിഡ്ജിൽ ഇവർ ലിവിംഗ് ടുഗദറായിരുന്നു. പുരോഗമിച്ച് കല്യാണം വേണ്ടാണെന്ന് വീട്ടുകാരെ തള്ളി പറഞ്ഞ് ലിവിംഗ് ടുഗദറായിരുന്നു. പിന്നെ ഇവർക്ക് കുറച്ച് കഴിയുമ്പോൾ ഒഴിവാക്കണം. കല്യാണം ഒഴിവാക്കി നടക്കില്ല. അതൊക്കെ കല്യാണം ഇവർക്ക് വലിയ അന്ന് ഭക്ഷണം കഴിച്ച നാട്ടുകാർ മുഴുവൻ ചോദിക്കും, മഹല്ലിലെ ഖത്തീബ് ചോദിക്കും, പള്ളി കമ്മിറ്റി ചോദിക്കും അല്ലേ, എന്താ പ്രശ്നം? വിവാഹം ഒരു സ്ത്രീക്ക് സുരക്ഷിതത്വമാണെന്ന് ആണിന്റെ കുടുംബത്തിൽ നിന്നും പെണ്ണിന്റെ കുടുംബത്തിൽ നിന്നും മധ്യസ്ഥന്മാർ ചർച്ച ചെയ്യണം. എന്നിട്ടും കുടുംബം ഒന്നിച്ചു പോവുകയില്ല എന്നിടത്തെ വിവാഹമോചനത്തിലേക്ക് പോകാവുന്ന ശ്രദ്ധയുടെ ഇവിടെ എന്റെ കടയിൽ നിന്ന് ഒഴിവാക്കാൻ കഴിയില്ലാന്ന് എഴുതിയപ്പോ അവളെ തോന്നുന്നു. വീട്ടിലെ പച്ചക്കറി വിൽക്കുന്ന, മീൻ മുറിക്കുന്ന കത്തിയെടുത്ത് സ്വന്തം കൈകൊണ്ട് പല വർഷങ്ങൾ കൂടെ ജീവിച്ച അവളുടെ ശരീരം പല കഷ്ണങ്ങളാക്കി ചില വൈദ്യുതി എന്നിട്ട് അവളെ ഫ്രിഡ്ജിൽ പല പീസുകളാക്കി വെച്ചു. ഗ്രീഷ്മയെ ജ്യൂസിൽ വിഷം കൊടുത്ത് കാവുകയാക്കുന്ന ഗ്രീഷ്മയെ തിരുവനന്തപുരത്ത് ചെറുപ്പക്കാരെ തന്റെ 3 മാസം പ്രായമുള്ള കുഞ്ഞിനെ കടപ്പുറത്തെ കടയിൽ കയറാതിരിക്കാൻ കൂട്ടിയിട്ടുള്ള കരിങ്കല്ലിൽ കൂട്ടത്തിലേക്ക് എറിഞ്ഞ് കാമുകന്റെ കൂടെ ഒളിച്ചോടിപ്പോയ കുട്ടിയെ കൊല്ലം ജില്ലയിൽ ഒരു ഫ്ലാറ്റിന്റെ സമീപത്ത് ചെറിയ പൊന്തക്കാട്ടിൽ നിന്ന് ഒരു ചോരപ്പൈതലിനെ കെട്ടി. ഒരു ചോരപ്പൈതൽ അതിന്റെ ആരുടെയാണ് കുട്ടി അന്വേഷിച്ചപ്പോഴാണ് ഒരു അവിഹിത ബന്ധത്തിലൂടെ കുഞ്ഞുണ്ടായി. ആ കുഞ്ഞിനെ കൊന്നുകളയാൻ ഫ്ലാറ്റിന്റെ മുകളിൽ നിന്ന് ആ അമ്മ പൊക്കിൽ കൊടി ബന്ധം പറഞ്ഞ് സ്വന്തം മുതലത്തിൽ 9 മാസം വളർന്ന കുഞ്ഞിനെ ഫ്ലാറ്റിന്റെ മുകളിൽ നിന്ന് താഴേക്ക് വലിച്ചെറിഞ്ഞു. നമ്മുടെ അവിഹിത ബന്ധങ്ങൾ ഉണ്ടാക്കുന്ന ദുരന്തങ്ങൾ പറഞ്ഞാലും തീരാത്ത 44,000 പ്രണയ കൊലപാതകങ്ങൾ, ആശ്രിത
ഇതുപോലെ വിഷം കലക്കി കൊടുത്ത് കത്തി കൊണ്ട് കഴുത്തറുത്ത് നിരവധി വിഷം കൊടുത്ത് പലതരത്തിലുള്ള കൊലപാതകങ്ങൾ ഇന്ത്യ രാജ്യത്ത് 2014 2021 ഉണ്ടായ കണക്കുകൾ പറയുന്നത്. സോഷ്യൽ മീഡിയ പിന്നാലെ പോകുമ്പോൾ ഈ സമൂഹം എത്ര വലിയ അപകടങ്ങളിലേക്കാണ് എത്തിക്കൊണ്ടിരിക്കുന്നത്. സമൂഹ മാധ്യമങ്ങൾ ഈ സമൂഹത്തെ എങ്ങോട്ടാണ് തെളിച്ചുകൊണ്ട് പോകുന്നത്? ഞാൻ പറയുന്നത് ഇതിനേക്കാൾ എല്ലാം അപകടകരമാണ് മതപരമായ നമ്മുടെ ഇഷ്ടങ്ങൾ. വസ്ത്രം ധരിച്ചിട്ടും നഗ്നകളായി നടക്കുന്ന ചില സ്ത്രീകളുണ്ട്. വസ്ത്രം ധരിച്ചിട്ടും നഗ്നകളായി ജീവിക്കുന്ന ആളുകളുണ്ട്. ഏതൊക്കെയോ വിവാഹ വീഡിയോകൾക്കുണ്ട്. ഹൽദിയുടെ, മഞ്ഞ കല്യാണത്തിന്റെ, മൈലാഞ്ചി കല്യാണത്തിന്റെ ഓരോ ദിവസവും യൂട്യൂബ് തുറന്നു നോക്കുമ്പോ ഇത്തരം വീഡിയോകൾ കണ്ട് എന്റെ വിവാഹം എങ്ങനെയാകണമെന്ന് മകൻ ആഗ്രഹിക്കുന്നു. രക്ഷിതാക്കൾ കണ്ട് അങ്ങനെയാകാമെന്ന് നല്ല ദീനുള്ള, നല്ല വിശ്വാസമുള്ള കുടുംബങ്ങളിലേക്ക് ഇത്തരം ആദർശങ്ങൾ, സംസ്കാരങ്ങൾ കടന്നു വരിക. ഏതോ മഹറമല്ലാത്ത, മുസ്ലിം പോലും അല്ലാത്ത ഒരു വീഡിയോ ക്യാമറാമാന് വേണ്ടി അല്ലെങ്കിൽ ഒരു ക്യാമറാമാന് വേണ്ടി, ഫോട്ടോഗ്രാഫർക്ക് വേണ്ടി തന്റെ പലതരത്തിലുള്ള പോസ്റ്റുകൾ ആണും പെണ്ണും അവന്റെ ബെഡ്റൂമിൽ കിടപ്പായി ചെയ്യേണ്ട ഗോഷ്ഠികൾ നടുറോട്ടിലും മങ്ങാടിയിലും ബീച്ചിലും പാർക്കിലും ഈ ഫോട്ടോഗ്രാഫർക്ക് വേണ്ടി കാഴ്ചവെക്കാറ്. എന്നിട്ട് അതിന്റെ വീഡിയോസ് അത് സോഷ്യൽ മീഡിയയിൽ ആളുകൾ കാണാം. ഇത് ചെയ്യണമെന്ന് ചിന്ത എവിടുന്നുണ്ടായത്? ഒക്കെ ഈ ദിവസം നേരം എടുത്താൽ വൈകുന്നേരം വരെ തോണ്ടുന്ന തോണ്ടലുകളിൽ മിന്നിമറയുന്ന കാഴ്ചകളാണ്. ആ കാഴ്ചകൾ ഞാൻ പറയുന്നത് നമ്മുടെ വിവാഹങ്ങളെ ബാധിച്ചു, നമ്മുടെ കുടുംബ ബന്ധങ്ങളെ ബാധിച്ചു, നമ്മുടെ മക്കളുടെ ദീനിനെ ബാധിച്ചു, നമ്മുടെ ഈമാനിനെ ബാധിച്ചു, നമ്മുടെ തൗഹീദിനെ ബാധിച്ചു, നമ്മുടെ വേഷവിധാനങ്ങളെ ബാധിച്ചു, നമ്മുടെ ഭക്ഷണശീലങ്ങളെ ബാധിച്ചു. മുമ്പ് ആളുകൾ ഈ നൂഡിൽസ് വാങ്ങുന്ന ആളുകൾ സൂപ്പർ മാർക്കറ്റുകളിൽ പോയപ്പോഴേ മാഗി ഉണ്ടോ മാഗി ചോദിക്കാറില്ല, ഇപ്പൊ ഇൻഡോർ ഉണ്ടോ എന്ന് ചോദിക്കാറ്. എങ്ങനെയോ അതിന്റെ വിചാരം എനിക്കറിയില്ല. ഇൻഡോർ ഉണ്ടോ? സൂപ്പർ മാർക്കറ്റുകളുടെ റാക്കുകളിൽ നിന്ന് മാഗി പോയി ഇൻഡോമി വന്ന കാരണം അന്വേഷിച്ചാൽ അത് സോഷ്യൽ മീഡിയയിൽ നിന്ന് ചെറുപ്പക്കാരുടെ മുട്ടിന് താഴെ നിൽക്കുന്ന കഴിഞ്ഞ പെരുന്നാളിന്റെ അതിന്റെ മുമ്പത്തെ പെരുന്നാളിലെ ഷർട്ടുകൾ ശ്രമിച്ചോ? ആരെങ്കിലും ഒരാൾ അറിയാതെ വാങ്ങിയത് തെറ്റാണെന്ന്. എവിടെ നിന്നാണ് ഈ 5 സ്ലീവ് ഡ്രസ്സുകൾ കടന്നു വന്നത്? എവിടുന്നാണ്? 5 കൊല്ലം മുമ്പ് കൊറിയയിൽ ഉണ്ടായിരുന്ന ഡ്രസ്സിംഗ് കൾച്ചർ BTSലൂടെ, K-ഡ്രാമയിലൂടെ നമ്മുടെ വീടുകളിലേക്ക് എത്തി. നമ്മുടെ ഡ്രസ്സുകൾ കൊറിയക്കാരുടെ വേഷമാണ്. പെൺകുട്ടികൾ മുടി മുറിക്കണമെന്ന് ആവശ്യപ്പെടുമ്പോ അമിതമായ സൗന്ദര്യം ഉണ്ടാക്കുന്നത് കൊറിയൻ സംസ്കാരമാണ്. അവിടുത്തെ മ്യൂസിക് ബാൻഡുകൾ അവർ വീഡിയോക്ക് ലക്ഷക്കണക്കിന് വ്യൂവേഴ്സിനെ സമ്പാദിച്ച് വരുമാനം ഉണ്ടാക്കുന്ന ആ സംസ്കാരത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. അതിലേക്കാണ് നമ്മൾ പോകുന്നത്. മഫ്ത ചുറ്റുന്നത് കൊറിയൻ സ്റ്റൈലിലാണ്. ഷാൾ ചുറ്റുന്നത് കൊറിയൻ സ്കാർഫ് സ്റ്റൈലുണ്ടെന്ന് ഞാൻ വാക്ക് പറഞ്ഞ പ്രശ്നം ഞാൻ പോയിട്ട് എനിക്ക് വിശ്വസിക്കുന്നു. നമ്മുടെ ജീവിതത്തിന്റെ സമസ്ത മുഴുവനായും ദീനിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നു. നമുക്ക് വേണ്ടത് നമുക്കൊരു മതമുണ്ട്, ഒരു സമ്പൂർണമായ മതം, ജീവിതത്തിൽ സമാധാനം നൽകുന്ന മതം, ആശ്വാസം പകരുന്ന മതം, തീർത്തും സുരക്ഷിതത്വം ഉറപ്പുവരുത്തുന്ന മതം. ആ മതത്തിന്റെ നിയമങ്ങളിലൂടെയാണ് നമ്മൾ സഞ്ചരിക്കുന്നത്. എത്ര സമയമാണ് ഒരു മനുഷ്യൻ നഷ്ടപ്പെടുത്തുന്നത്? ഒരു അഡിക്ഷനാണ്. അഡിക്ഷൻ, അതായത് മദ്യപാനം ഒരു അഡിക്ഷനാണ്. അത് കിട്ടാതെ വന്ന പ്രശ്നമാണ്. കഞ്ചാവ് അഡിക്ഷൻ ഇന്ത്യൻ അഡിക്ഷനാണ്. ഇവർക്ക് പെരുന്തൽമണ്ണയിൽ നമ്മുടെ ന്യൂ ഹോപ്പിൽ ഒരിക്കൽ ചെന്നപ്പോ അവിടെ ഒരു റൂമിൽ ഒരു ചെറുപ്പക്കാരനെ കവിഴ്ത്തി കിടത്തിയിട്ടുണ്ട്. അവന്റെ കയ്യിൽ പിന്നിലേക്ക് എത്തിയിരുന്നു, കാലും പിന്നിലേക്ക് എത്തിയിരുന്നു. കയ്യും കാലും പിന്നിലേക്ക് കെട്ടി കവിഴ്ന്ന് കിടക്കുന്ന ഒരു മനുഷ്യൻ എത്ര നേരം കിടക്കാൻ പറ്റും? എങ്ങനെ കിടക്കാൻ?
അയാളോട് കെഞ്ചി യാചിച്ചു ഒരു 10 മിനിറ്റ് കഴിച്ചു. അപ്പോ അയാൾക്ക് ലഹരി ഉപയോഗിച്ച് ഇവിടെ എത്തി. ലഹരി കിട്ടാതായപ്പോ, ലഹരി കിട്ടാതാവുമ്പോൾ നമ്മളെ കേട്ടിട്ടുണ്ടാവും, മയക്കുമരുന്ന് കിട്ടാതാവുമ്പോൾ അക്രമവാസന പ്രകടിപ്പിക്കും. വിഡ്രോവൽ സിംറ്റംസ് എന്നാണ് പറയാ, പിൻവാങ്ങുന്നതിന്റെ ചില പ്രവണത. സമയത്തിന് കിട്ടാതായ അയാൾ അക്രമസമാനം. ചില ആളുകൾ ഒരു മരുന്ന്, ഒരു ടാബ്ലറ്റ് പരമാവധി അതൊന്നും അടങ്ങുന്നില്ല. അപ്പൊ ഇവൻ എവിടെ നിന്നോ ഒരു ഡിസ്പോസിബിൾ ഷേവിംഗ് സെറ്റിന്റെ പൊതുവിൽ ഈ മെഡിയാഡിക്ഷൻ സെന്ററുകളിൽ അവരെ ജൈവപോലെ അടച്ചിടും. അവർക്ക് കത്തി അവനൊന്നും കിട്ടില്ല. എവിടുന്നോ ഒരു ഡിസ്പോസിബിൾ ഷേവിംഗ് സെറ്റിന്റെ ഒരു ബ്ലേഡ് അവൻ കൈ കൊടുക്കാൻ ശ്രമിച്ചു. ഇത് കിട്ടാനായിട്ട് ക്ഷമിച്ച് നിൽക്കാൻ പറ്റില്ല. അപ്പോ അതവർ പിടിച്ചു വാങ്ങി. അവൻ ചെയ്തത് തല അവൻ ചുമരിപ്പിച്ചു, കാല ചുമരിച്ച് ആത്മഹത്യക്ക് ശ്രമിക്കണം. എന്താ കാരണം? അവൻ ഉപയോഗിച്ചുള്ള ലഹരി കിട്ടാതായി. അപ്പൊ അവന്റെ വീട്ടുകാരോട് കൂടി അവര് വരുന്നത് വരെ എറണാകുളം ജില്ലയിൽ നിന്ന് അവരെ നിർത്താം. അതുവരെ നടത്തിപ്പിടിക്കുക. എന്താണ് മനുഷ്യന്റെ തലച്ചോറിൽ ഒരാൾ മദ്യത്തിന് അടിമയാകുമ്പോൾ സംഭവിക്കുന്നത്? അത് ദിവസവും ആ സമയമാവുമ്പോൾ നിൽക്കുന്നു. അത് കിട്ടിയില്ലെങ്കിൽ അതിന്റെ വിഡ്രോവൽ സിംറ്റംസ് ആയി കാണിക്കും, അക്രമകാരിയായി. അതേ പാത്വേ മനുഷ്യന്റെ ബ്രെയിനിൽ MDMA കഴിക്കാവുന്നവന്റെ അതേ പാത്വയാണ് മൊബൈൽ ഫോണിന് അഡിക്റ്റാവുന്നവന്റെ, സോഷ്യൽ മീഡിയക്ക് അഡിക്റ്റാവുന്നവന്റെ ബ്രെയിനിലും സംഭവിക്കുന്നത്. കുട്ടിക്ക് ഫോൺ കൊടുത്താൽ, ഫോൺ കൊടുക്കാതിരുന്നാൽ കരയുന്നത് എന്തുകൊണ്ട്? ഈ വിഡ്രോവൽ സിംറ്റംസ് ആണ്. മനസ്സിലായില്ലേ? ചില ആളുകളെ കുറിച്ച് പറയും, എന്റെ ഭർത്താവ് നല്ല സ്വഭാവമായിരുന്നു, പക്ഷെ ഇപ്പൊ കുറച്ചായിട്ട് ഭയങ്കര ദേഷ്യം. എന്താ പറ്റും? എന്റെ ഭാര്യ നല്ല പെരുമാറ്റായിരുന്നു, ഇപ്പൊ കുറച്ചായിട്ട് ഭയങ്കര ദേഷ്യം. എന്താ പറ്റി? മൊബൈൽ അഡിക്ഷൻ ഉണ്ടോ? ദേഷ്യം, സ്വഭാവം വികൃതമാണ്, മെന്റൽ ഹെൽത്ത് നഷ്ടപ്പെടും. ചെറിയ കാര്യമാണ്. നമ്മൾ കള്ളുകുടിയേണ്ട അവസ്ഥയിലേക്ക് സോഷ്യൽ മീഡിയ അടിമയായ, മൊബൈൽ അടിമയായ ആളുകൾ മാത്രമേ ഉണ്ടാവും. കള്ളുകുടിയേണ്ട അവസ്ഥയിൽ ചില ആളുകൾക്ക് മാറാത്ത ബാക്ക് പെയിൻ ഉണ്ടാവും, ചില ആളുകൾക്ക് മാറാത്ത തലവേദന ഉണ്ടാവും. നിങ്ങളുടെ കുട്ടികളെ നിങ്ങൾക്ക് ഫോൺ എടുക്കുമ്പോൾ ശ്രദ്ധിക്കണം. ഇതൊക്കെ എല്ലാവർക്കും, മുതിർന്നവർക്കും മദ്യത്തിന് ഏത് തരത്തിലുള്ള അഡിക്ഷനാണോ അതേ അഡിക്ഷൻ ഉണ്ടാവും. മാത്രമല്ല, ഈ വീഡിയോകൾ ഇങ്ങനെ കാണുമ്പോൾ, പ്രത്യേകിച്ച് കുറച്ചൊക്കെ ഒരു നഗ്നത കാണിക്കുന്ന, സൗന്ദര്യം പ്രകടിപ്പിക്കുന്ന വീഡിയോസ് ഇങ്ങനെ കാണണമെങ്കിൽ അത് തന്നെ ആകണമെന്നില്ല. അതെല്ലാവരും കണ്ടാലും മനുഷ്യന്റെ മനസ്സിൽ സന്തോഷം ഉണ്ടാക്കുന്ന ഒരു ഹോർമോൺ ഡോപ്പമൈൻ ഇങ്ങനെ ഉൽപ്പാദിപ്പിക്കും. അപ്പൊ ഇതിങ്ങനെ ചെറിയ മണിക്കൂറുകളോളം കണ്ട് ഈ ഡോപ്പമൈൻ ഇങ്ങനെ ഉൽപ്പാദിപ്പിച്ച് അത് സ്ഥിരമായാൽ എന്താ സംഭവിക്കാം? പിന്നെ ആ അളവിനേക്കാൾ കൂടിയ ആസ്വാദനങ്ങൾ കിട്ടേണ്ടി വരും. അതുകൊണ്ടാണ് ഫോൺ അഡിക്ഷൻ ഉണ്ടായാൽ, അല്ലെങ്കിൽ പിന്നെ മറ്റു തെറ്റായ വീഡിയോസിനൊക്കെ അഡിക്റ്റായ ഒന്നിൽ നിൽക്കില്ല, അതിൻ്റെ അടുത്തേക്ക് പോകും, അങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. ഇങ്ങനെ ഈ ഡോപ്പമൈൻ ഇതിനകത്ത് നിന്ന് കിട്ടിയാൽ ഇത് സാധാരണ സന്തോഷകാലത്ത് കിട്ടുന്ന ഒരു ഹോർമോൺ ഉത്പാദനമായ സംതൃപ്തരാകുക. നമ്മൾ വ്യക്തമാക്കി പറഞ്ഞാൽ റീൽ കണ്ട് ഭയങ്കര സന്തോഷങ്ങൾ, പ്രത്യേകിച്ച് സൗന്ദര്യം കണ്ട് ആസ്വദിച്ച സന്തോഷം കിട്ടിയാൽ അയാളുടെ കുടുംബജീവിതം തകരും. ഞാൻ കുട്ടികളോടുള്ള ഒരു പരിധി പറയുന്നത്, ഭാര്യയോടെ ഭർത്താവിനോ താല്പര്യമുണ്ടാകുന്നത്. നിങ്ങൾ ഈ സോഷ്യൽ മീഡിയ കണ്ട ഭയങ്കര പ്രശ്നമാണ്. കുട്ടികളോ സ്വഭാവം തീരുമാനമാണ്. ഞാൻ നിങ്ങളുടെ കുടുംബം തകരുന്നതാണ്, ഡിവോഴ്സിലേക്ക് എത്തി. അതാ ഒരു കുടുംബ ജീവിതത്തിൽ നിന്ന് കിട്ടുന്നതിനേക്കാൾ വലിയ ഹാപ്പിനെസ്, കൂടുതൽ ഡോപ്പമൈൻ ഉത്പാദിപ്പിക്കുന്ന കാഴ്ചകൾ അത് ഈ ഫോണിൽ നിന്ന്, സോഷ്യൽ മീഡിയയിൽ കണ്ട് അയാൾക്ക് മറ്റൊന്നും സന്തോഷം നൽകാൻ മാത്രമുള്ളതായി മാറാതിരിക്കുന്നു. പിന്നെന്തിനാ കുടുംബം?
കുടുംബ സംവിധാനം തകരും, മാനസികമായി അറിയും, പ്രശ്നങ്ങളുണ്ടാവും. ഭയങ്കര മാതൃകാ കുടുംബമായി സുന്ദരമായി ജീവിച്ചിരുന്ന ആളുകളായിരുന്നു. ഇന്ന് ഓരോരുത്തരും ഭയങ്കര പ്രശ്നം എന്താണ് അറിയില്ല. നമ്മുടെ സുഹൃത്തുക്കളെ, ഫോൺ തകർക്കുന്നത് നമ്മുടെ കുടുംബ ജീവിതത്തെയാണ്. സോഷ്യൽ മീഡിയ തകർക്കുന്നത് നമ്മുടെ കുടുംബ ജീവിതത്തെയാണ്. സോഷ്യൽ മീഡിയ തകർക്കുന്നത് നമ്മുടെ മതത്തെയാണ്, നമ്മുടെ പരലോകത്തെയാണ്. എത്ര സമയമാണ് നമ്മൾ ഫോൺ കാണാൻ വേണ്ടി ഉപയോഗിക്കുക? എത്ര സമയം ഉപയോഗിക്കുന്നത്? ദീർഘമായ സമയം. ഞാൻ നേരത്തെ പറഞ്ഞു, ഒരു ദിവസത്തിന്റെ 4-5 വരെ ആളുകൾ ഫോണിന്റെ മുന്നിൽ സോഷ്യൽ മീഡിയയിൽ തോണ്ടി തീർക്കുകയാണ്. മനുഷ്യന്റെ ആയുസ് നമുക്ക് കുറച്ചുണ്ട്. നിങ്ങളൊരു യാത്ര പോകുക, 1 മാസം മുമ്പ് നിൽക്കുന്ന യാത്ര, നിങ്ങളുടെ കയ്യിൽ കുറച്ച് പൈസ ഉണ്ട്, നിങ്ങളുടെ കയ്യിൽ നിങ്ങളുടെ ഫോണിൽ ഗൂഗിൾ പേ ഉണ്ട്, അക്കൗണ്ടിൽ കുറച്ച് പൈസ ഉണ്ട്. നിങ്ങൾ ഓരോ ദിവസവും അതിലെ പൈസ സൂക്ഷിച്ചാണ് കൈകാര്യം ചെയ്യുക. കാരണം 1 മാസം യാത്ര കഴിഞ്ഞ് തിരിച്ചു വരാനുള്ള പണമാണിത്. ഇത് എന്ത് ചെയ്യാൻ പാടില്ല, അതിനു മുമ്പ് തീർന്നു പോയാൽ കുടുങ്ങിപ്പോകും. അല്ലേ? നിങ്ങള് വാഹനത്തിൽ പോവുകയാണ്, കാറിനോട് അപ്പോ ഫ്യൂലിന് പിടിക്കാൻ പോവാം, ഇതിനെ ബ്ലിങ്ക് ചെയ്യില്ല. പിന്നെ എണ്ണ കഴിയാൻ പോകും, എന്താ ചെയ്യാം, AC ഓഫ് ചെയ്യും, ഗ്ലാസ് ഒക്കെ താഴ്ത്തും. പരമാവധി ശ്രമിച്ചിട്ടില്ല, ഉള്ള എണ്ണ കൊണ്ട് അടുത്ത കൊണ്ടേക്കെത്താണ്. യാത്രയ്ക്ക് ബസ് കുറച്ച് കൊണ്ടേക്കുള്ള സൂക്ഷിക്കും. ഒരു ദിവസം ബസ് നമ്മൾ എടുക്കും പയനെ അതിന് നാളെ അല്ലേ, കുറച്ച് അരക്കാനൊക്കെ മടികളാവണം, അതുപോലെ തന്നെ സുഹൃത്തുക്കളെ, നമ്മുടെ കയ്യിൽ എത്രയാണ് ഒരു സാധനങ്ങൾ അതനുസരിച്ച് നമ്മൾ ചെലവാക്കുന്നത്. നോക്കി, ഒരു യാത്രയ്ക്ക് 10,000 രൂപ കരുതി ചെയ്യാൻ 10,000 ഉണ്ട് നമുക്ക് വിശ്വസിക്കാം. നമ്മുടെ കയ്യിൽ ആയുസ് എത്രയാണ്? നമ്മുടെ ആയുസ് എത്രയാണ് നമുക്ക് അറിയോ പോലില്ല. പരിമിതമാണ്, ഇതിന് രണ്ടറ്റമുണ്ട്. ദുനിയാവിന് ജനനവും മരണവും രണ്ടറ്റങ്ങളുണ്ട്. അതിൻ്റെ ഇടയിൽ എത്ര ദൂരമുണ്ട് എന്ന് നമുക്കറിയില്ല. നാട്ടിലെ വിലപ്പെട്ട, ലോകത്തെ ഏറ്റവും വിലപ്പെട്ട ആ സമയത്തെയാണ് നമ്മൾ ഫോണിൽ തോണ്ടി തീർത്ത് കളയുന്നത്. അനാവശ്യമായ കാഴ്ചകൾ കണ്ടു തീർക്കുന്നത്, അനാവശ്യമായ കാര്യങ്ങൾ കേട്ടു തീർക്കുന്നത്. വാക്കുവിന്റെ കോടതിയിൽ നമ്മൾ നിൽക്കേണ്ടവരാണ് ഓരോ മനുഷ്യരും. നമ്മുടെ ആയുസ്സിനെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് ചോദ്യം ചെയ്യും. അല്ലേ, ഓരോ ദിവസത്തെ സംബന്ധിച്ചും നമുക്ക് എന്താ പറയാ, നമ്മുടെ ചോദ്യത്തിന് വിധേയമാണ്. വളരെ പ്രസിദ്ധമായ ഒരു ഹദീസാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന വളരെ പ്രസിദ്ധമായ ഒരു ഹദീസ്. 5 കാര്യങ്ങൾക്ക് മറുപടി പറയാതെ ഒരു മനുഷ്യനും നാളെ പരലോകത്തെ അല്ലാഹുവിന്റെ മുന്നിൽ നിന്ന് ഒരടി പോലും മുന്നോട്ട് വെക്കാൻ കഴിയില്ല. ആയുസ്സിനെ കുറിച്ച് അതെന്തിനും ചിലവഴിച്ചു എന്ന് പറയുന്നു. യൂട്യൂബ് കണ്ട് തീർത്ത മണിക്കൂറുകളെ കുറിച്ച് നമ്മൾ എന്ത് പറയുന്നു? ഇൻസ്റ്റഗ്രാമിൽ ഇൻവെസ്റ്റ് ചെയ്ത മണിക്കൂറുകളെ കുറിച്ച് നമ്മൾ എന്ത് മറുപടി പറയും? വാട്സാപ്പിലെ ബാച്ചുകളുടെ എന്താണ്, പഴയ സ്കൂൾ ബാച്ചുകളുടെ ഗ്രൂപ്പുകളും കോളേജ് ബാച്ചുകളുടെ ഗ്രൂപ്പുകളും എന്തൊക്കെ ഗ്രൂപ്പുകളാ. എത്ര ദീർഘമായ സമയം വോയിസ് കേട്ടും സ്റ്റിക്കറുകൾ കൈവാറിയും നമ്മൾ സമയം ചെലവഴിച്ചു. അല്ലാഹുവിനോട് മറുപടി പറയും. ഒരിക്കൽ സ്വഹാബിമാരെ ചോദിക്കറിയാ, അല്ലാഹുവിനെ കാണുമോ? നമ്മൾ സ്വർഗ്ഗത്തിലെ അല്ലാഹുവിനെ കാണാൻ പറ്റുമോ? പ്രവാചകൻ പറയുന്നു, മേഘങ്ങളില്ലാത്ത ഒരാകാശം, പകലിൽ മൂടിക്കെട്ടിയതല്ലാത്ത ഒരു വാനലോകത്ത് സൂര്യനെ നിങ്ങൾ കാണുമോ? അതുപോലെ നിങ്ങൾ അല്ലാഹുവിനെ കാണും. വീണ്ടും പ്രവാചകൻ പറഞ്ഞു, ഒരു 14-ാം രാവിൽ മഴമേഘങ്ങളില്ലാത്ത മൂടിക്കെട്ടിയതല്ലാത്ത മാനത്തിൽ
അമ്പിളി അമ്മാവനെ നിങ്ങളുടെ കണ്ണുകൊണ്ട് കാണുന്നു, അതുപോലെ നിങ്ങൾ അള്ളാഹിനെ കാണും. അള്ളാഹുവിന്റെ പ്രവാചകൻ പരലോകത്തെ വിചാരണയിൽ വിരൽ ചൂണ്ടുന്ന ചില കാര്യങ്ങൾ പറഞ്ഞു. എന്താ പറഞ്ഞതറിയോ? അള്ളാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനെ പരലോകത്ത് തന്റെ അടിമകളെ കണ്ടുമുട്ടാൻ വേണ്ടി ഇവിടെ പറയും. അള്ളാഹു ചോദിക്കും, ഖുൽ ഐ ഖുൽ അലം അഖ്ലുഖുക, ഞാൻ നിന്നെ സൃഷ്ടിച്ചില്ലേ, ഞാൻ നിന്നെ ഈ ഭൂമിയിൽ പടച്ചില്ലേ, അലം അജ്അൽക സമീഅൻ ബസീറ, ഞാൻ നിന്നെ കാഴ്ചയും കേൾവിയുമുള്ളവനാക്കിയില്ലേ, പിന്നെ അലം മുസഖ്ഖിർ ലക ഖൈറ വൽ, ഞാൻ നിനക്ക് കുതിരകളെയും ഒട്ടകങ്ങളെയും കീഴ്പ്പെടുത്തി തന്നില്ലേ, അലം മുസബ്ബിർ, നിന്നെ ഞാൻ നേതാവാക്കിയില്ലേ. ഇങ്ങനെ അല്ലാഹു ചെയ്തു തന്ന ഒരുപാട് അനുഗ്രഹങ്ങൾ പറയും. കണ്ണ് തന്നില്ലേയും ചോദിക്കും, കാത് തന്നില്ലേയും ചോദിക്കും, എനിക്ക് ഭൂമിയിൽ ആയുസ് തന്നില്ലേയും ചോദിക്കും. അല്ലാഹു തിരിച്ചു പറയുന്ന, തിരിച്ചു ചോദിക്കും, എന്താ ചോദിക്കുക? ഇതൊക്കെ നീ ഉപയോഗിക്കുന്നതിനെ ഇങ്ങനെ ഒരു ലോകത്തിൽ എന്നെ കണ്ടുമുട്ടുമെന്ന് നീ വിചാരിച്ചാണ്. മനുഷ്യൻ പറയില്ല, ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. വിചാരണയെ മറന്നുകൊണ്ട് ഞാൻ ജീവിച്ചു, പരലോകത്തെ മറന്നുകൊണ്ട് ഞാൻ ജീവിച്ചു. അല്ലാഹു പറയും, രണ്ടാമത്തെ ആളുകൾ, മൂന്നാമത്തെ ആളുകൾ, ഈ മൂന്നാളുകൾ തമ്മിൽ വിചാരണ മറന്ന് ഞാൻ ജീവിച്ചു. അള്ളാഹിന്റെ മുന്നിൽ നിൽക്കേണ്ടി വരുമല്ലോ എന്ന ബോധം എനിക്ക് നഷ്ടപ്പെട്ടു പോയി. പരലോകത്തെ ഞാൻ മറന്നു, വിചാരണയെ മറന്നു, മനുഷ്യനെ മറന്നു, മിസാനെ മറന്നു, സ്വരാസ്തിനെ മറന്നു, സ്വർഗം മറന്നു, നരകം മറന്നു. ഒടുക്കാൻ എല്ലാവരും ഒഴുകുന്നത് പോലെ, എല്ലാവരും ശ്രമിക്കുന്നത് പോലെ, എല്ലാവരും ആശ്രമിക്കുന്നത് പോലെ അവനെ അല്ലാഹു നരകത്തിലേക്ക് പറഞ്ഞു. ഇതൊക്കെ കണ്ടൊരു മുനാഫിക്കിനോട് ഇതേ ചോദ്യങ്ങൾ ചോദിക്കും. അപ്പൊ അയാൾ പറഞ്ഞു, അല്ലാഹുവേ, പരലോകമുണ്ട് എന്ന് എനിക്കറിയാമായിരുന്നു. അല്ലാഹുവേ, നിന്നിൽ ഞാൻ വിശ്വസിച്ചു. പറയാൻ പച്ചക്കള്ളം പറയാം. പിന്നെ നിന്റെ കിതാബുകളിൽ വിശ്വസിച്ചു, നിന്റെ മലക്കുകളിൽ വിശ്വസിച്ചു, നിന്റെ പ്രവാചകന്മാരിൽ വിശ്വസിച്ചു. പിന്നെ ഞാൻ നോമ്പനുഷ്ഠിച്ചു, ഞാൻ സ്വതക കൊടുത്തു, ഞാൻ നമസ്കരിച്ചു, ഞാൻ സക്കാത്ത് കൊടുത്തു. അല്ലാഹു പറയും, എന്താണ് അയാളുടെ അവന്റെ കാലിന്റെ തുടയോട് അല്ലാഹു പറയും, നീ സംസാരിക്കും. اليوم نختم على أفواههم وتكلمنا أيديهم وتشهد أرجلهم. അവരുടെ വായുകൾക്ക് നാം സ്വീകരിക്കും, അവരുടെ കൈകൾ നമ്മോട് സംസാരിക്കും, അവരുടെ കാലുകൾ സാക്ഷ്യം നൽകും. അല്ലാഹു മനുഷ്യന്റെ കാലിന്റെ തുടയോട് പറയുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഫതൻകിറു ഫഖ്ദുഹു ഇദാമുഹു വഅസബു. അപ്പോൾ അവന്റെ കാലിന്റെ തുട അല്ലാഹുവിനോട് പറയുന്നു. ആ തുടയുടെ എല്ലും പേശികളും അല്ലാഹുവിനോട് സംസാരിക്കുന്നു. എന്താ പറയാ? ഇവൻ പറയുന്നത് ശരിയല്ല, ഇവൻ പറയുന്നത് ശരിയല്ല, അവനെയും അല്ലാഹു നരകത്തിലേക്ക് പറയുന്നത്. ഇത്തരം ഒരു വിചാരണയെ അഭിമുഖീകരിക്കുന്നവരാണ് നമ്മുടെ ആയുസ്സായി യുവത്വത്തെക്കുറിച്ച്, കൗമാരത്തെക്കുറിച്ച്, വാർദ്ധക്യത്തെക്കുറിച്ച് ചോദിക്കുമ്പോൾ ദീർഘമായ മണിക്കൂറുകൾ സോഷ്യൽ മീഡിയയിൽ ചെലവഴിച്ചതിന്റെ ഉത്തരം ഇങ്ങനെയാണ് അല്ലാഹുവിന്റെ കോടതിയിലൂടെ പറയുക. എന്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, അതുകൊണ്ട് നമ്മുടെ ഫോൺ നമുക്ക് നരകത്തിലേക്കുവാൻ സംഗതിയാണ്. ഓരോ മാസവും 300 രൂപക്ക് നമ്മൾ റീചാർജ് ചെയ്യുമ്പോൾ, ഉദാഹരണം പറഞ്ഞു, 300 രൂപക്ക് നമ്മൾ റീചാർജ് ചെയ്യുമ്പോൾ, റീചാർജ് ചെയ്യുന്ന ഓരോ 300 രൂപയും നരകത്തിലേക്കുള്ള ടിക്കറ്റിനുള്ള പൈസയാണോ എന്ന് നമ്മൾ ചിന്തിക്കണം. 1000 രൂപ ചിന്തിക്കണം. ഓരോ 300 രൂപയും, ഓരോ 300 രൂപയും. നാളെ ശരിയാകാൻ വിചാരിക്കും, നാളെ ശരിയാകാം. കുട്ടികളെ സ്കൂളിൽ പോണ കാലത്ത് ഫോണിങ്ങനെ കാണും, കോളേജിൽ പോണ കാലത്ത് കല്യാണമൊക്കെ കഴിയാൻ ശരിയാകാം. കല്യാണം കഴിഞ്ഞാലും അടുത്ത മാസം മുതൽ ശരിയാകാം, അടുത്ത വർഷം മുതൽ ശരിയാകാം. അതിനിടയ്ക്ക് സംഭവിക്കാം.
അപ്പോൾ ഞങ്ങൾ ഒരു യോഗത്തിലായിരുന്നു. യോഗത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കെ ഒരു വാർത്ത വന്നു. നമ്മുടെ വിശ്വവിദ്യയുടെ പ്രൊഫഷണൽ വിങ്ങിലെ ഭാരവാഹിയായിട്ടുള്ള എൻ്റെ നാട്ടുകാരൻ കക്കാമ്പിയിലെ ഡോക്ടർ ഒണീസിൻ്റെ ജ്യേഷ്ഠൻ മരണപ്പെട്ടു. ഇന്നലെ വിദേശത്ത് നിന്ന് ഗൾഫിൽ നിന്ന് വന്ന അവരുടെ വീട്ടുപരിസരത്തിൽ തന്നെയുള്ള ഒരു കുളത്തിൽ കുളിക്കാൻ നീന്താൻ അറിയുന്ന മരണവാർത്തയാണ്. കഴിഞ്ഞ ആഴ്ചയിലാണ് എൻ്റെ സ്കൂളിലെ ഈ വർഷം SLC പൂർത്തിയാക്കിയ 10ാം ക്ലാസ് കഴിഞ്ഞ് ഞങ്ങളുടെ സ്കൂളിൽ തന്നെ ഹയർ സെക്കൻഡറിക്ക് +1 അഡ്മിഷൻ എടുത്ത ഒരു കുട്ടിയെ കുറിച്ച് ഞങ്ങളുടെ സ്കൂളിൽ ഒഫീഷ്യൽ ഗ്രൂപ്പിൽ ആ സ്കൂളിലെ പരിസരത്തുള്ള ഒരു അധ്യാപകൻ ഒരു പോസ്റ്റ് 10ാം ക്ലാസ് പഠിക്കുന്ന കുട്ടി അവൻ പുഴയിൽ മിസ്സിംഗാണ് തിരഞ്ഞുകൊണ്ടിരിക്കുന്നു. മെസ്സേജ് ഫോർവേഡ് ചെയ്യേണ്ട വീട്ടിലെ എല്ലാവരും അറിഞ്ഞിട്ടില്ല. രാത്രി 10:30 മണിയായപ്പോൾ രാത്രി 10:30 അവൻ്റെ അടുത്ത മെസ്സേജ് വന്നു, ഇതുവരെയും ബോഡി കിട്ടിയിട്ടില്ല എന്നാണ് മെസ്സേജ്. നാളെ തിരച്ചിട്ടുള്ള തിരച്ച അവസാനിച്ചു. ഏകദേശം 18-20 മണിക്കൂറിന് ശേഷം അവരുടെ ബോഡി കിട്ടി. 15 വയസ്സുള്ള സുറുസുറുപ്പുള്ള ഒരു കുട്ടി. ഒരുപാട് സമയങ്ങളുണ്ട്, ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്. 80, 90, 100 വയസ്സ് വരെ ജീവിക്കണമെന്നാണ് എപ്പോഴും നമ്മൾ സ്വപ്നം കാണാറുള്ളത്. നമ്മുടെ എല്ലാവരും കുട്ടികളും അങ്ങനെയാണ്. സുഖലേ നമ്മുടെ ആയുസ് വളരെ ചെറുതാണ്. അവധിനെത്തിയ ഒരു സമയം കുറ്റിയിൽ കെട്ടിയിട്ട കാര്യം പോലെ ഓടലില് സാധാരണ കെട്ടി പരിചയമില്ലാത്ത ഒരു പശുവിനെ ഒരു കുറ്റിയിൽ കെട്ടിയിട്ട് ഓരോ വാഹനം പോകുമ്പോൾ ഉപയോഗിച്ചു. എപ്പോഴാ ഓട്ടം നിർത്തുക? കയറിന്റെ നീളം അവസാനിക്കുന്നത് വേഗത്തിൽ ഓടിയാൽ കയറിന്റെ നീളം അവസാനിക്കുന്നത് മൂക്കൂത്തിയുള്ളൂ. നമ്മുടെ ഓട്ടമാണ് ഇട്ടവും മരവും നോക്കാൻ ഓടുകയാണ്. ആസ്വാദനത്തിന്റെ അതിൽ മുഴുകി ജീവിക്കാൻ നമ്മൾ തീരുമാനിക്കുക. നല്ല സലഫിയത്തുള്ള കുടുംബങ്ങൾക്കും മരണവീട്ടിൽ വിവാഹ വീട്ടിൽ എത്തുമ്പോഴാണ് അവരുടെ ജീവിതത്തിലേക്ക് ലിബറൽ ആശയങ്ങൾ ഇത്രയധികം സ്വാധീനിക്കുന്നതെന്ന് മനസ്സിലാക്കി. കുത്തുബ കഴിഞ്ഞ് ഇറങ്ങിയ അതേ വേദിയിൽ അതേ മൈക്കിൽ അതേ സൗണ്ട് സിസ്റ്റം ഉപയോഗിച്ച് കുത്തുബ പറഞ്ഞ അതേ സൗണ്ട് സിസ്റ്റത്തിൽ നിന്ന് പിന്നെ പാട്ട് കേൾക്കാൻ വീട്ടിലെ കുട്ടികളും തള്ളാരും മുതിർന്നവരും കാക്കാരും എല്ലാവരും സ്റ്റേജിൽ ഡാൻസ് ചെയ്യാൻ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അന്ന് എല്ലാവരും നീന്തത്തിലാണ്. ഇത് നമുക്ക് കാണാൻ പറ്റുന്ന ഉദാഹരണമാണ്. അതുകൊണ്ട് നമ്മൾ നമ്മുടെ സംസ്കാരം നഷ്ടപ്പെടുത്തും, നമ്മുടെ പരലോകത്തെ നഷ്ടപ്പെടുത്തും. എന്ത് ചെയ്തു? അത് തന്നെയല്ലേ എന്ത് ചെയ്തു നമ്മൾ ബൈക്കിൽ യാത്ര ചെയ്യുമ്പോഴും കാറിൽ യാത്ര ചെയ്യുമ്പോഴും അടുക്കളയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും ചെറിയൊരു ഇയർഫോണാണ്, ചെറിയ ഇയർ ബഡാണ്. ആരും കാണുന്ന ചെറിയ സാധനം ഫോണിൽ നിങ്ങൾ മ്യൂസിക് ആസ്വദിക്കുകയാണോ? നിങ്ങൾ സീരിയൽ കാണുകയാണോ? നിങ്ങൾ ഏതെങ്കിലും പിന്നെ സ്പോട്ടിഫൈ പോലെയുള്ള ഏതെങ്കിലും വോയിസ് മാത്രം കേട്ട് ആസ്വദിക്കാൻ കഴിയാവുന്ന സംവിധാനങ്ങളിൽ വൃത്തികേട് ആസ്വദിക്കുകയാണോ? തിന്മകൾ ആസ്വദിക്കുകയാണോ? നിങ്ങൾ ഫോൺ ഉപയോഗിച്ച് സിനിമ കാണുകയാണോ? 1.5 ലക്ഷം രൂപ വിലയുള്ള ഐഫോൺ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കമ്പനിയുടെ ഫോൺ അത് നിങ്ങൾ ഗൾഫിൽ നിന്ന് നിങ്ങളുടെ ഭർത്താവ് കൊടുത്തയച്ചു, നിങ്ങളുടെ മകൻ കൊടുത്തയച്ചു, നിങ്ങൾ വരുമ്പോൾ വാങ്ങിക്കൊണ്ടുവന്നു. ഇവിടെ 1.5 ലക്ഷം രൂപ കൊടുത്ത് വാങ്ങിയ ഫോണിൽ എന്താണ് എന്താണ് 1.5 ലക്ഷം രൂപയ്ക്ക് നേരത്തെ പറഞ്ഞ പോലെ നരകത്തിലേക്കുള്ള ഒരു ടിക്കറ്റാണോ നിങ്ങൾ എടുത്തിട്ടുള്ളത്? ഞാൻ പറയുന്നത് എന്താ പരിഹാരം? എന്താ പരിഹാരം? എന്താ പരിഹാരം? നമ്മള് ഫോൺ ഉപേക്ഷിക്കുക എന്ന് പറഞ്ഞാൽ നടക്കൂല. പെരുന്നോളാഴ്ച ഒമാനിലായിരുന്നു. അപ്പോ അവിടുത്തെ ഒരു വെള്ളിയാഴ്ചയിലെ പെരുന്നാൾ കഴിഞ്ഞ വെള്ളിയാഴ്ചയിലെ ഖുതുബ വെക്കേഷനാണല്ലോ. വെക്കേഷനിൽ കുട്ടികളെ എങ്ങനെ കൈകാര്യം ചെയ്യാൻ വളരെ ഹ്രസ്വമായിരുന്നു.
അതിലവർ പറയുന്ന വാചകമാണ് അറിയോ, നിങ്ങൾ കുട്ടികൾക്ക് പ്രോഗ്രാം ലാംഗ്വേജ് പഠിപ്പിക്കണം. അന്നത്തെ ഒരു വാക്ക് എന്തിനറിയോ, അതുകൊണ്ട് ഇസ്ലാമികമായ കാര്യങ്ങൾ കുട്ടികൾ ചെയ്യട്ടെ. ഞാൻ പറയുന്നത് മുഹമ്മദ് അമാനിയുടെ തഫ്സീർ പല പോലെ മൊബൈൽ ആപ്ലിക്കേഷൻ ഉണ്ട് അല്ലേ? നിങ്ങൾ ഖുർആനുമായി ബന്ധപ്പെട്ട് എത്ര ലോകത്ത് സിഹാഹുണ്ട്, അൽബാനിയുടെ മാത്രം ഹദീസ് കിതാബുകളുണ്ട്, സഹീഹുൽ ബുഖാരി മുഴുവൻ ഷറഹുണ്ട്. നിങ്ങൾക്ക് 1,00,000 കിതാബ് വേണമെങ്കിൽ ഒരു 10 മിനിറ്റോട് നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും. വീഡിയോസ് ഇതെല്ലാം വീഡിയോസ് ചെറുപ്പക്കാരുടെ വീഡിയോകളുണ്ട്. അയാൾ എന്ത് ചെയ്യുന്നത് നിങ്ങൾ അങ്ങനെ ഒരു തെരഞ്ഞു കണ്ടുപിടിക്കണമെന്നില്ല. കാരണം അയാൾ പല സ്ഥലങ്ങളിൽ പോകുന്നു. അയാൾ ചെയ്യുന്നത് ഒരു നാട്ടിൽ പോയി ഓരോ ആളുകളുടെ ചെവിയിൽ ഹെഡ്സെറ്റ് വെച്ചു ഇസ്ലാമികമായ ഒന്നുമില്ലാത്ത ചെവിയിൽ ജസ്റ്റ് ഒന്ന് കേൾക്കാൻ ശ്രമിക്കും. ഓരോ പറയാം. അപ്പൊ അയാൾ ഖുർആൻ പ്ലേ ചെയ്യും. എനിക്ക് ഭയങ്കര അറിയില്ല. ഖുർആൻ പ്ലേ ചെയ്യുന്നത് എന്താണ് അറിയാം. യൂറോപ്യൻ രാജ്യങ്ങളൊക്കെ അറിയില്ല. ഖുർആൻ എങ്ങനെയുണ്ട്, വളരെ മനോഹരമായിരിക്കും. ഇസ്ലാമിലേക്ക് ആളുകളെ പരിചയപ്പെടുത്താൻ ഓരോ ചെറുപ്പക്കാരെയാണ് അയാൾ എന്താ ചെയ്യുന്നത്. നമ്മുടെ നാട്ടിൽ പലതരത്തിലും മൈക്കൊളിച്ച ആൾക്കാരെ പിന്നാലെ അത് ചോദിക്കുന്നത് വളരെ വൃത്തികെട്ട ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്. പറയാൻ പറ്റാത്തതായ ചോദ്യം. ഇയാളെ ചോദിക്കണം, ഇസ്ലാമിനെ കുറിച്ച് കേൾക്കുന്നുണ്ടോ, മുസ്ലിങ്ങളെ കുറിച്ച് എന്തറിയാം, മുസ്ലിങ്ങളുടെ ഗ്രന്ഥം ഏതാണെന്ന് അറിയാം. നമ്മുടെ ആ ചോദിക്കപ്പെടുന്ന വ്യക്തി മാത്രമല്ല, ഇയാളുടെ വ്യൂവേഴ്സ് എന്ന് പറഞ്ഞാൽ ഒരു 10 ലക്ഷം ആളുകൾ വീഡിയോ കാണുന്നു. ആ കാണുന്ന ഒരുപക്ഷെ ഇസ്ലാമിനെ ഒരിക്കലും പരിചയപ്പെടാൻ കഴിയാത്ത ആളുകൾ പോലും ഖുർആന്റെ വാക്ക് കേട്ടാൽ ചെറിയൊരു അന്വേഷണ താല്പര്യമാണെങ്കിൽ അയാൾ ഗൂഗിളിൽ പോയി സെർച്ച് ചെയ്യും എന്താണ് ഖുർആൻ. ഇസ്ലാമികമായി ഈ സംവിധാനങ്ങളൊക്കെ ഉപയോഗപ്പെടുത്താൻ എന്തൊക്കെ സംവിധാനങ്ങളാണ്. നിങ്ങൾ എത്ര കോഴ്സ് നിങ്ങൾ അതിനോട് എത്ര ക്ലാസ് നിങ്ങൾ സെമിയിൽ ഉപയോഗിക്കുന്നുണ്ടോ? ഫോണെന്ന് പറഞ്ഞാൽ 1.5 ലക്ഷത്തിനല്ല 10 ലക്ഷത്തിന്റെ ഫോൺ മുതലാവും. ആണെന്നല്ല പറഞ്ഞത്, മുതലാവും. സെമിയിലാപ്പം ഡൗൺലോഡ് ചെയ്യാം. 10,000 ഫയൽ നിങ്ങൾക്ക് കാണാം. പ്രസംഗങ്ങൾ കേൾക്കാം, ദർസുകൾ കേൾക്കാം. അബ്ദുൽ ജബ്ബാർ ഹുസൈൻ സലഫിയുടെ, ഫൈസൽ മൗലവിയുടെ, സിറാജുൽ ഇസ്ലാം ബാദുഷയുടെ, ഷമീർ മദീനിയുടെ, അബ്ദുൽ മാലിക് സലഫിയുടെ ഒക്കെ ദർസുകളെ കേൾക്കുക. വീഡിയോ സെമിനാർ ഡൗൺലോഡ് ചെയ്താൽ നീ വായിക്കണം. എത്ര ഫയലുണ്ട്. പ്രാർത്ഥന എത്ര ഫയലുണ്ട്. കുട്ടികൾക്ക് പാട്ടുകൾ ഇസ്ലാമികമായ മ്യൂസിക്കില്ലാത്ത വാദ്യോപകരണങ്ങളില്ലാത്ത പാട്ടുകളുണ്ട്. ഇത് മതപരമായി ഉപയോഗിക്കാൻ തീരുമാനിച്ചാൽ ഇത് മാത്രമാണ് സ്വതന്ത്രം. ഒറ്റ മനുഷ്യൻ അതിനുവേണ്ടി ശ്രമിക്കില്ല. ഞാൻ പറഞ്ഞത് ഈ ഫോൺ ഈ അപകടങ്ങളുണ്ട്. അതുകൊണ്ട് നിങ്ങൾ വീട്ടിൽ നിന്ന് പോയിട്ട് അടുപ്പിക്കാൻ കാര്യമല്ല. ഞാൻ പറയുന്നത് നിങ്ങൾ ഇതിന് ഇസ്ലാമിക ഇതുകൊണ്ട് സ്വതന്ത്രമാണ്. അവിടെയും നമ്മൾ സമയത്തെ പരിഗണിക്കണം. സമയത്തെ ഒന്നും അമിതമായ നിങ്ങൾ ചെയ്യേണ്ടത് ഫോൺ നിയന്ത്രിക്കാൻ പറ്റാവുന്ന 1-2 കാര്യങ്ങൾ എനിക്ക് തോന്നിയിട്ടുണ്ട്. ഒന്ന്, എത്ര സമയം ഒരു ദിവസം ഞാൻ ഫോൺ ഉപയോഗിക്കുന്ന കണക്കിനോട് മനസ്സിലാക്കണം. അതിനുള്ള സെറ്റിംഗ്സിന്റെ ഡിജിറ്റൽ വെല്ലുവിളികളൊന്ന് പോയി നോക്കണം. വീട്ടിലായിരിക്കും ഒന്ന് പോയി നോക്കണം. അപ്പോഴാണ് പഠിച്ചവനെ എൻ്റെ ഒരു ദിവസം ഇത്രയും സമയം ഞാൻ ഫോണിൽ കാണുന്നുണ്ടോ എന്ന് നമുക്ക് മനസ്സിലാവും. അവിടെ ചെറിയ സമയം ഫോൺ ഉപയോഗിച്ച് കൂടാൻ നോക്കുന്നവരാണെങ്കിൽ കാണുന്നില്ല, ഇതൊക്കെ കേൾക്കുന്നവരാണെങ്കിൽ എന്തോരം ഒരു സമയം അത്യാവശ്യമായ കാര്യങ്ങളൊക്കെ എഴുതിയത്. അപ്പോൾ ഇത്ര സമയമേ ഒരു ദിവസം ഞാൻ ഫോൺ ഉപയോഗിക്കുന്ന തീരുമാനമില്ല. ഓരോ ദിവസവും ഉറങ്ങാൻ കിടക്കുന്നതിന് മുമ്പ് ഒന്ന് നോക്കാം, ഇന്ന് ഞാൻ എൻ്റെ സമയത്തിൽ നിന്നിട്ടുണ്ടോ. നിങ്ങൾ വിചാരിച്ച സമയത്തിനകത്ത് നിൽക്കുന്നില്ലെങ്കിൽ അത് ആ ലക്ഷ്മണരേഖകൾ മറികടന്ന് അപകടം. അതിൽ തന്നെ ഏതാപ്പാണ് നമ്മൾ കൂടുതൽ ഉപയോഗിച്ചത്? എന്നും ഈശ്വരയാണ് ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചത്. എന്നും ഈശ്വരയുടെ ആയിരിക്കണം ഏറ്റവും കൂടുതൽ ഉപയോഗിച്ച ആപ്ലിക്കേഷൻ. ടൈം ഒരിക്കലും മറികടക്കാൻ പാടില്ല. പുരുഷന്മാർ
പള്ളിയിൽ പോകുമ്പോൾ ഫോൺ കൊണ്ടുപോകാൻ തീരുമാനിക്കണം. ഉറങ്ങാൻ കിടക്കുമ്പോൾ ബെഡ്റൂമിന്റെ പുറത്തെ ഫോൺ വെക്കുമെന്ന് തീരുമാനിക്കണം. അവ പറയും അതിപ്പോ എന്താ വെച്ചാല് അലാം വെക്കാൻ വേണ്ടിയാണ് ഫോൺ കൊണ്ടുപോകും പറയും കേട്ടോ. അതില് അലാം കേട്ട് ഉണരലെല്ലാം എല്ലാ പേരും ബാക്കി എല്ലാ പേരും അലാം കേട്ടോ മാത്രമേ. പണ്ട് പൊന്നാൻ കേരളത്തിലെ വളരെ പ്രഗത്ഭനായ മലപ്പുറം ജില്ലക്കാരനായ ഒരു രാഷ്ട്രീയ നേതാവിന്റെ ഇന്റർവ്യൂ നിർദ്ദേശമാണ് കാണുമ്പോൾ കുറെ കാഴ്ചകളുണ്ട്. അപ്പൊ അദ്ദേഹത്തിന്റെ പ്രത്യേകത പറയുന്നത് ഞാൻ ബെഡ്റൂമിലേക്ക് ഫോൺ കൊണ്ടുപോകാറില്ല. ഞാൻ എല്ലാ ദിവസവും രാഷ്ട്രീയക്കാരുടെ സമയം ഉച്ചയ്ക്ക് 2 മണിക്കൂർ എല്ലാ ദിവസവും ആ സമയത്ത് കൂടുവന്ന് ഞാൻ എടുക്കാറില്ല. ഒരു ദിവസം പോലും വർഷങ്ങളായി ഒരു ദിവസം പോലും ഞാൻ ബെഡ്റൂമിലേക്ക് പോകുന്നില്ല. ഇതൊക്കെ തീരുമാനമെടുത്തതാണ്. ശരി, നേരത്തെ ഉറങ്ങി നേരത്തെ എഴുന്നേൽക്കുക. നിർബന്ധമായും ചെയ്യേണ്ട ശരിയുണ്ടല്ലോ, അത് നമ്മൾ ഫോണിലല്ലാതെ ഫോൺ ഒഴിവാക്കുന്നത്. എന്താണ് സുരക്ഷിക്കാം, അധികാരം ചെയ്യുക, ഖുർആൻ ഈ സമയത്തൊക്കെയാണ് ഫോൺ മാറ്റി. ഈ സമയത്തൊന്നും നമ്മൾ ഫോണിലേക്ക് പോകുന്നു. പിന്നെ ആ ടൈം വെച്ചിട്ടില്ല. ആ ടൈം അപ്പുറത്തേക്ക് പോകാതെ ശ്രദ്ധിക്കുക. ഓരോ ദിവസം പോകുമ്പോഴും പിന്നെ വീട്ടിലുള്ളവർ പരസ്പരം ധാരണയില്ല. ഫോൺ ഉപയോഗിക്കാത്ത സമയം ബെഡ്റൂമിലേക്ക് പോകുമ്പോൾ പള്ളിയിൽ പോകുമ്പോൾ അതിലേക്ക് ആ സമയത്ത് ഓർമ്മിക്കാൻ പറയും. ഞാൻ നമ്മളെ എന്താണ് കേരള സ്റ്റുഡൻസ് കോൺഫറൻസ് കഴിഞ്ഞ് വീട്ടിൽ പോയി ദിവസം പള്ളിയിൽ പോകുന്ന സമയത്ത് എൻ്റെ ഈ വർഷം LKG 4 വയസ്സായ കുട്ടികളുണ്ട്. അതേ വാപ്പി അശ്രഫാക്ക പറഞ്ഞപ്പോൾ പള്ളിയിൽ പോകുന്ന ഫോണെന്നാണ് പറഞ്ഞത്. എന്താണ് ഈ പറയുന്നത്? നിങ്ങളത് പ്രശ്നം കേട്ടില്ല. ഞാനത് ശരിക്കും മനസ്സിൽ കഴിയില്ല. സംസാരത്തിൽ പറഞ്ഞാണ് അദ്ദേഹം പള്ളിയിൽ പോകുമ്പോഴും പള്ളിയിൽ പോയാലും നിസ്കാരം കഴിഞ്ഞാൽ ഫോൺ എടുത്തൊന്ന് നോക്കും. അടുത്തിരിക്കുന്ന ആളോട് പോലും സംസാരിക്കുക. ഇവനെന്ന് മനസ്സിലാക്കും. പള്ളിയിൽ പോകുമ്പോൾ ഫോൺ എടുക്കാൻ പാടില്ല. അപ്പോ ഇത് പരസ്പരം ഒരു ഓർമ്മപ്പെടുത്തുന്നുണ്ടാക്കുന്നതാണ്. പാപ്പ മകനോട് പറയാം, മകൻ പാപ്പാനോട് പറയാം, ഭാര്യ ഭർത്താവിനോട് പറയാം, ഭർത്താവ് ഭാര്യയോട് പറയാം. ഉണ്ടോ? എന്താണ് ഒരു ഗുണകാംക്ഷകൾ ചെയ്യും. അത് തന്നെ തീർക്കാൻ നടക്കുന്ന അവസ്ഥ ഉണ്ടാകുന്നത്. ഒരു ഗുണകാംക്ഷകൾ പറയാം. ഈ സമയം ഫോൺ എടുക്കുകയില്ല എന്ന് നമ്മൾ തീരുമാനിച്ചാൽ നോക്കൂ. വേറെ നോക്കുക, അത്തരം തീരുമാനങ്ങൾ എടുക്കാൻ ഏറ്റവും നല്ലത് നമ്മൾ കൂടിയിരുന്ന് തീരുമാനിക്കണം. ഭാര്യ ഭർത്താവ് ഒരു യോഗം ചെയ്യാൻ പറ്റില്ല. അതൊക്കെ ചരിത്രല്ലേ ആണ് കൂടാ. ഓരോ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അതെ, നമുക്ക് നമ്മുടെ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ക്ലാസ്സുകളുണ്ട്. ആരാണ് മുൻകൈ കൂടുതൽ ഒന്നും പോയിട്ട് പ്രശ്നങ്ങളുണ്ട്. ഭാര്യയോ ഭർത്താവ് ആരാണ് മുൻകൈ കൂടുതൽ ഇന്ന് നടത്തായിട്ടുണ്ട്. നമുക്ക് ഫോണിൽ നിയന്ത്രണം വേണം. കുട്ടികളോട് പറയാൻ ഫോണിൽ നിയന്ത്രണം വേണം. അവിടെ ഇരുന്ന കുട്ടികളൊന്നും ഫോണിലാവുന്നില്ല. നമ്മള് ഈ വാട്സപ്പും ഇൻസ്റ്റഗ്രാമും ഫേസ്ബുക്കും ഒരാളുടേതാണ്. മാർക്ക് സക്കർബർഗ് നമ്മളുടെ അയാളുടെ കുട്ടികൾക്ക് ഫോൺ കൊടുത്താൽ അയാളുടെ കുട്ടികൾക്ക് ഫോൺ കൊടുത്താൽ മൂപ്പരെ നമ്മളെ നാശമില്ല. നമ്മുടെ കുട്ടികൾ പറയാറുള്ള ഫോൺ കാണുന്നതാണ്. എന്നാൽ അത്യാവശ്യമുള്ള ചില ഗുണമുള്ള ചില സംഗതികൾ നമ്മൾ അവരെ കാണിക്കേണ്ടി വരും. അതായത് നേരത്തെ ഒരു കുട്ടി ഫോൺ വാങ്ങിയ കരയുന്നെങ്കിൽ അവർ ഫോണിന് അഡിക്റ്റ് ആളുകൾ മനസ്സിലാക്കുക. നല്ല അഡിക്ഷൻ ആണെങ്കിൽ 21 ദിവസം ഒരു കാരണവശാലും ഫോൺ കൊടുക്കാറില്ല. ഒരു മനുഷ്യന് ശീലം രൂപപ്പെടുന്ന സമയം 21 ദിവസമാണ്. 21 ദിവസം ഒരു കാരണവശാലും ഫോൺ കൊടുക്കാറില്ല. അപ്പൊ വാശി കാണിക്കും, ദേഷ്യം കാണിക്കും. അപ്പൊ നമ്മൾ അടിക്കാൻ പാടില്ല, പണിഷ്മെന്റ് കൊടുക്കാൻ പാടില്ല. അവർക്ക് ഇഷ്ടമുള്ള വേറെ എന്തെങ്കിലും ചെയ്തില്ല. അവർക്ക് ഓൾറെഡി അവർ പണിഷ്മെന്റ് കൊടുത്തോണ്ടിരിക്കുകയാണ്. എന്നാൽ അവർക്ക് കൊടുത്ത പണിഷ്മെന്റ് അവരുടെ കയ്യിൽ നിന്ന് ഫോൺ വാങ്ങി അതിന്റെ വേറെ പണിഷ്മെന്റ് കൊടുക്കും. ഫോൺ വാങ്ങുക എന്നത് വാങ്ങി വെക്കുക എന്നൊരു പണിഷ്മെന്റാണ്. 21 ദിവസം ഞാൻ പൂർത്തീകരിക്കാൻ കഴിഞ്ഞാൽ പിന്നെ ഫോണിൽ കിട്ടിയില്ലെങ്കിൽ ഒരു പ്രശ്നമുണ്ടാകും. കുട്ടികളുടെ ഫോണിൽ പോലെ നമ്മൾ ഫോൺ ഉപയോഗിക്കണം. നമ്മളെ ഉപയോഗം വെച്ചാൽ അവരുടെ ഉപയോഗം. അപ്പോൾ നിങ്ങളത് കൂടിയിരുന്ന് തീരുമാനിക്കണം. ഫോണിൽ സമയം ഇത്ര സമയം 1 മണിക്കൂറെ ഒരു ദിവസം ഫോണിലാണ്, അല്ലെങ്കിൽ 1.5 മണിക്കൂറെ. നല്ല സംഘടന ഉത്തരവാദിത്തമുള്ള ആളുകളാണെങ്കിൽ 2.5 മണിക്കൂർ 3 മണിക്കൂറിൽ ചിലപ്പോൾ പല പല ഗ്രൂപ്പുകളും പല ചർച്ചകളും ഒക്കെ കാണാൻ വേണ്ടി വരും. അപ്പോൾ മാക്സിമം 1 മണിക്കൂർ 1.5 മണിക്കൂറൊക്കെ ഫോൺ കാണുമെന്ന് തീരുമാനിക്കാം. ഓരോ ദിവസവും എന്നിട്ട് ഉറങ്ങാൻ കിടക്കുന്നതിന്റെ മാറിയെടുത്ത് നോക്കുക. ഇന്ന് എത്രയായി? 5 മിനിറ്റ് അധികമായി. ആളാണ് അധികം.
മുന്നോട്ട് പോയാൽ ഇൻഷാ അല്ലാഹ് നമുക്ക് നിയന്ത്രിക്കാൻ സാധിക്കും. ഞാൻ പറയുന്നത് ഇവിടെ ഭൗതികമായ കുറേ കാരണങ്ങൾ ആളുകൾ അഡീഷണലായി ബന്ധപ്പെട്ട് പറയാറുണ്ട്. അത് മാനസികാരോഗ്യവുമായി ബന്ധപ്പെട്ട പ്രശ്നം, സാമൂഹികമായ ഒറ്റപ്പെടലിന്റെ പ്രശ്നം, കുട്ടികൾക്ക് കെയർ കിട്ടാത്തതിന്റെ പ്രശ്നം, ഭാര്യാഭർത്താക്കന്മാർക്കിടയിൽ സംസാരം നടക്കണം, ഒരാൾ അങ്ങോട്ട് തിരിഞ്ഞു പോകണം, ഒരാൾ ഇങ്ങോട്ട് തിരിഞ്ഞു പോകണം, അങ്ങനത്തെ പ്രശ്നം, മക്കൾക്കും മാതാപിതാക്കൾക്കുമിടയിലുള്ള സംസാരങ്ങൾ നടക്കാത്തതിന്റെ പ്രശ്നം അല്ലേ? ഓരോരുത്തരും അവരവർക്ക് തോന്നുന്ന സമയത്ത് വന്നിരുന്ന് ഭക്ഷണം കഴിക്കും, ചോറ് നമ്മുടെ മുന്നിൽ ഫോൺ ഉണ്ടാവും, ഒക്കെ നമുക്ക് മാറാം. ഭക്ഷണം കഴിക്കാം, മക്കളും മാതാപിതാക്കളും സംസാരിക്കാം, ഭാര്യയും ഭർത്താവും സംസാരിക്കാം, കുടുംബാംഗങ്ങളിൽ ഒക്കെ നടക്കണം. നമുക്ക് ഈ കാരണങ്ങളെക്കാൾ അപ്പുറം ഒരു കാരണമുണ്ട് എന്നാണ് അള്ളാഹുവിന്റെ കോടതിയിൽ നമ്മൾ മറുപടി പറയുന്നത്. നമ്മുടെ കണ്ണ് തന്നാലും അള്ളാഹുവിന്റെ മറുപടി പറയുന്നത്, നമ്മുടെ കാത് തന്നാലും നൽകിയ ഓരോ അനുഗ്രഹത്തിനും അള്ളാഹുവിന്റെ മക്കളെന്ന് പറയുന്നു. സുഹൃത്തുക്കളെ, ഇതൊരു വലിയ ശത്രുവാണ്. എന്നാൽ അതൊരു മിത്രമാക്കാൻ തീരുമാനിച്ചാൽ നമ്മുടെ സുഹൃത്തിലേക്ക് കൊണ്ടുപോകുന്ന മിത്രമാണ്. ആ നിലയ്ക്ക് നമ്മുടെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളെയും പ്രയോജനപ്പെടുത്താൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. നമ്മൾ വിവേചനത്തെ കുറിച്ച് അറിയാം അല്ലേ? ഖുർആൻ പഠിക്കുന്ന മനോഹരമായ സംവിധാനങ്ങളുടെ എല്ലാ യൂണിറ്റിലും നടന്നിട്ട് ഭയങ്കര സന്തോഷമുള്ള വാർത്തകളാണ് പറഞ്ഞു. ഇവിടെ വ്യാഴാഴ്ചകളാണ് ഇവിടെ നമ്മുടെ എന്താ പറയാ MT ട്രേഡ്സിന്റെ മുകളിൽ അല്ലെ എല്ലാ വ്യാഴാഴ്ചയും ക്ലാസ്സുകളുണ്ട്, തിങ്കളാഴ്ച അപ്പുറത്ത് നടക്കുന്നുണ്ട്. അവിടെ അതിലൊക്കെ നമ്മളെല്ലാവരും പങ്കെടുക്കുന്ന എല്ലാ വിദ്യാഭ്യാസങ്ങളും പങ്കെടുക്കണം. അതോടൊപ്പം നമ്മുടെ കുട്ടികളേക്കുള്ള അവസരങ്ങൾ ഉപയോഗിക്കണം. സിയാദി നാളെ രാവിലെ 7:15 നേരത്തെ പറഞ്ഞ അതേ MT ട്രേഡ്സിലേക്ക് ഉദ്ഘാടനം നടക്കാറാണ്. ഇത് വളർന്നു കുറെ സന്തോഷമുള്ള വാർത്തകളാണ്. നമ്മളെല്ലാവരുടെയും അതിൽ പങ്കെടുക്കേണ്ട പ്രായത്തിലുള്ള മക്കൾ അതിൽ പങ്കെടുക്കണം. മണ്ഡലതല ഉദ്ഘാടനമാണ്. തുടർന്നുള്ള എല്ലാ ക്ലാസുകളും എത്തിക്കണമെന്ന് കൂടി പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.